ഹായ് ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് കേട്ടോ. അതായത് നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് 5ാം ക്ലാസ് മുതൽ സയൻസ് സോഷ്യലാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിലെ കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ കുറച്ചധികം ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ 8ാം ക്ലാസ്സിലെയും. 10ാം ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്യാത്ത വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ 5ാം ക്ലാസ് മുതലുള്ള ക്ലാസ്സുകൾ നമ്മൾ പുതിയതായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ SCRT പഠിക്കാത്തവർക്കായിട്ടാണ് ഈ ഒരു പുതിയ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. PSC പഠിക്കുന്നവർക്കറിയാം. അതുപോലെ തന്നെ PSC പഠിക്കുന്നവർക്ക് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഏതൊരു എക്സാം പഠിച്ച് സിലബസ് എടുത്ത് നോക്കിയാൽ കാണാം നമുക്ക് ഓരോ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ഇനി ഇതിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഡൗട്ട് വരാമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് 2019 മുതൽ PSC 2026 വരെ ചോദിച്ച ചോദ്യങ്ങൾ ഓരോ ടോപ്പിക്കിൻ്റെയും മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസമായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനിടയിൽ നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട്, അതായത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ PSC ചോദിച്ച ചോദ്യങ്ങൾ, അതുപോലെ കേരള ഹിസ്റ്ററി PSC ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും എന്നാണ്. ഓർഗാനിക് സംയുക്തങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങളും. മൂന്നാമത്തെ ചാപ്റ്ററിലെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. നാലാമത്തെ ചാപ്റ്റർ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. ഇതിൽ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ എടുത്തതാണ്. ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം നമ്മൾ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 9ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററിൻ്റെ പീരിയോഡിക് ടേബിളിലെ ആ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഞാൻ 10ാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്ററും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിന് ഞാൻ എടുക്കുന്നില്ല. ബാക്കി 3 ചാപ്റ്റേഴ്സും ഞാൻ എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സ് 3-4 ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. ബയോളജി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ബയോളജി എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ലെങ്ത് കൂടുതലാണ്. അതിനാൽ തന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് പാർട്ട് 2 ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ് ഫസ്റ്റ് നോക്കിയ ഒരു കുട്ടി പറയുന്നുണ്ട്, നമ്മൾ നിർമ്മിച്ച 2 സംയുക്ത മാതൃകകളുടെയും തന്മാത്രാ സൂത്രം ഒരുപോലെയാണെങ്കിലും ഘടനാവാക്യം വ്യത്യസ്തമാണല്ലോ. അപ്പോൾ എന്താണ് കുട്ടി പറയുന്നത്? അപ്പോൾ ഇവയുടെ നാമവും വ്യത്യസ്തമായിരിക്കില്ലേ? അതായത് രണ്ടുപേരും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സംയുക്ത മാതൃകകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പറയുന്നതാണ് തന്മാത്രാ സൂത്രമൊക്കെ ഒരുപോലെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഘടനാവാക്യം വ്യത്യസ്തമാണോ എന്നാണ് ഒരു കുട്ടി ചോദിക്കുന്നത്. വേറൊരു കുട്ടി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നാമവും വ്യത്യസ്തമാവണമല്ലോ അല്ലേ. ഇതിൽ എങ്ങനെയാണ് ഓർഗാനിക് സംയുക്തങ്ങളുടെ പേര് കൊടുക്കുന്നതിനൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നിത്യജീവിതത്തിൽ വിവിധ മേഖലകളിൽ ഉപയോഗിക്കുന്ന നിരവധി പദാർത്ഥങ്ങൾ കാർബണിക രസതന്ത്രത്തിൻ്റെ സംഭാവനയാണ്. അതായത് ഓർഗാനിക് കെമിസ്ട്രിയുടെ മലയാളമാണ്. ഇതാണ് കാർബണിക രസതന്ത്രം. കോടിക്കണക്കിന് കാർബൺ സംയുക്തങ്ങൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെ അമ്പരിപ്പിക്കുന്ന എണ്ണവും പ്രത്യേകതകളും സാധ്യതകളും തന്നെയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന പ്രത്യേക ശാഖ രൂപപ്പെടാൻ കാരണമായിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഓർഗാനിക് സംയുക്തങ്ങളിലെ ഒരു പ്രധാന വിഭാഗമായ ഹൈഡ്രോ കാർബണുകളുടെ വൈവിധ്യത്തെക്കുറിച്ചും അതിൽ ചിലതിൻ്റെ ഘടന, IUPAC നാമകരണ രീതി എന്നിവയെക്കുറിച്ചും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അതായത് 9ാം ക്ലാസ്സിലെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഇട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും മറ്റു ചില മൂലകങ്ങളും കാർബണിനോട് ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളുടെ ലോകം ആധുനിക ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി മാറിക്കഴിഞ്ഞു. ഇത്തരത്തിലുള്ള നിരവധി സംയുക്തങ്ങളുടെ ഘടന, അവയുടെ നാമകരണ രീതി, സവിശേഷതകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം കൗതുകമുളവാക്കുന്നതാണ്. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ 2 ഹൈഡ്രോ കാർബണുകളുടെ ഘടനാവാക്യം നമുക്ക് തന്നിട്ടുണ്ട്. ഹൈഡ്രോ കാർബൺ എന്ന് വെച്ചാൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതാണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഹൈഡ്രോ കാർബൺ തന്നിട്ടുണ്ട്. നോക്കിയേ, CH3 CH2 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 CH3 ഇങ്ങനെ എഴുതിയിട്ടുള്ളൊരു തന്നിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് ഹൈഡ്രോ കാർബണിൽ നോക്കിയേ, ഇവിടെ അടിയിലൊരു ചെയിൻ പോലെയാണല്ലേ. അതായത് അടിയിൽ ഒരു CH3 കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ഹൈഡ്രോ കാർബണും കണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നോക്കാം. ഹൈഡ്രോ കാർബൺ മണ്ണിൻ്റെ ഘടനാവാക്യം നിങ്ങൾക്ക് പരിചിതമാണല്ലോ. ഈ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര?
ഈ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഹൈഡ്രോ കാർബൺ 1ൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രോ കാർബണിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1, 2, 3, 4, 5 അല്ലേ? അപ്പോൾ 5 കാർബൺ ആറ്റമാണ് ഈ ചെയിനിലുള്ളത്. ഹൈഡ്രോ കാർബൺ 1ൽ 5 കാർബൺ ആറ്റമാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ പദമൂലം എന്താണത് അറിയപ്പെടുന്നത്? എന്താണ്? നോക്കി ഇതിൽ 5 കാർബൺ ഉണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആൽക്കീൻ എന്ന് പറയുന്ന 3 വിഭാഗങ്ങളുണ്ട് ഇല്ലേ? അതായത് ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഒരു കാർബൺ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാം? മെത്ത് എന്ന് പറയാം അല്ലേ? മെത്ത് എന്ന് പറയാം. രണ്ടാണെങ്കിൽ എന്താണ്? ഈത് എന്ന് പറയും അല്ലേ? ഈത് എന്ന് പറയും. 3 കാർബൺ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? പ്രൊപ്പ് എന്ന് പറയും അല്ലേ? പ്രൊപ്പ് എന്ന് പറയും. 4 ആണെന്നുണ്ടെങ്കിലോ ബ്യൂട്ട് എന്ന് പറയും. 5 ആണെന്നുണ്ടെങ്കിൽ പെൻഡ് എന്ന് പറയും. പഠിച്ചിട്ടുള്ളതല്ലേ? 5 എന്ന് പറയുന്നത് പെൻഡ് എന്ന് പറയും. ഇനി 6 ആണെന്നുണ്ടെങ്കിൽ ഹെക്സ് എന്ന് പറയും. 7 കാർബൺ ആണെന്നുണ്ടെങ്കിൽ ഹെപ്റ്റ് അല്ലേ? 7 കാർബൺ ആണെങ്കിൽ ഹെപ്റ്റ്. 8 ആണെന്നുണ്ടെങ്കിൽ ഒക്റ്റ്. 9 ആണെന്നുണ്ടെങ്കിൽ നോൺ. 10 ആണെന്നുണ്ടെങ്കിൽ ഡെക്ക്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നമുക്ക് 7 വരെയുള്ളത് അല്ലെങ്കിൽ 6 വരെയുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ 1 എന്ന് പറയുന്നത് മെത്ത്, 2 ഈത്, 3 പ്രൊപ്പ്, 4 ബ്യൂട്ട്, 5 പെൻഡ്, 6 ഹെക്സ്, 7 ഹെപ്റ്റ്, 8 ഓക്റ്റ്, 9 നോൺ, 10 ഡെക്ക്. എങ്ങനെയാണ് വരുന്നത്? ഇതിൽ നമുക്ക് ഇപ്പം നമ്മൾ കാർബൺ ആറ്റങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ബോണ്ടല്ലേ വന്നിട്ടുള്ളൂ അല്ലേ? ഒരു വരയല്ലേ ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിലുള്ള ഓരോ വരകളെയാണ് നമ്മൾ പറയുന്നത് ബോണ്ട് എന്ന് പറയുന്നത് അല്ലേ? അതായത് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഒരു ബോണ്ട് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആ ഒരു ഇതിനൊപ്പം, അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പം മെത്ത് എടുത്തു എന്ന് വിചാരിക്കും. അതായത് ഒരു കാർബൺ ഞാൻ എടുക്കുകയാണേ, നമുക്കൊരു ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ഘടനയൊന്ന് നോക്കാം. ഇപ്പോൾ നോക്കിയേ, ഞാനൊരു C ഇട്ടിട്ടുണ്ട്, H ഇങ്ങനെ മുകളിലേക്ക് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ 4 എത്രയുണ്ട്? 4 എച്ചുകളുണ്ട് അല്ലേ? 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഫോർമുല എങ്ങനെ തയ്യാറാക്കുക? ഒരു Cl ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു C എന്ന് എഴുതും അല്ലേ? ഇനി H എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ CH4 എന്ന് എഴുതി അല്ലേ? CH4 എന്ന് എഴുതി. അപ്പോൾ ഇതിൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക? CH4. ഓക്കെ, ഇതിൽ പേര് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക? ഇപ്പോൾ നോക്കിയാൽ ഒരു കാർബൺ ആണുള്ളത്. ഒരു കാർബൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? മെത്ത് എന്നാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ C എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ എന്ത് എഴുതി? മെത്ത് എന്ന് എഴുതി അല്ലേ? മെത്ത് നേടി. ഇനി നമുക്ക് ബാക്കി എങ്ങനെയാണ് എഴുതാമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് ഒരു ബോണ്ട് ഉള്ളൂ അല്ലേ? ഒരു ബോണ്ട് ഉള്ളെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻ എന്ന് എഴുതിയാൽ മതി. അതായത് നമ്മൾ എങ്ങനെ എഴുതാം? മീഥെയിൻ. ഓക്കെ, മീഥെയിൻ എന്നിങ്ങനെയാണ് എഴുതാം. ഓക്കെ, മീഥെയിൻ എന്നാണ് എഴുതാം. ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു കാർബൺ പിന്നെ H ഹൈഡ്രജൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാർബൺ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ വീണ്ടും ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏതാ വരാം? C എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ? H ആണെങ്കിൽ 1, 6 അല്ലേ? അപ്പോൾ C2H6 എന്ന് വന്നു അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു 2 കാർബൺ ആണെങ്കിൽ ഏതാന്ന് പറഞ്ഞു? എത്താന്ന് പറഞ്ഞു അല്ലേ? ഇതെന്നാന്ന് പറഞ്ഞു അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ഒരെണ്ണല്ലേ ഉള്ളൂ, ഒരു ബോണ്ടിങ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈഥെയിൻ എന്നാണ് എഴുതാം. ഓക്കെ, ഈഥെയിൻ എന്നാണ് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കി, 2 നിബന്ധന വരാണെങ്കിലോ, അതായത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഈ കാർബണിൻ്റെ ഇടയിൽ ഇങ്ങനെ 2 വര ഉണ്ടെന്നുണ്ടെങ്കിൽ നിബന്ധനം എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഡബിൾ ബോണ്ട് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 കാർബൺ ഉണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ 2 കാർബൺ ഉണ്ട്. ഇവിടെയൊക്കെ എന്തുണ്ടായിരിക്കും? ഹൈഡ്രജൻ ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതാ? C2 അല്ലേ? C2 എങ്ങനെയാണ് വരിക? C2H 4 എണ്ണല്ലേ? H4 അല്ലേ? C2H4 എന്ന് വന്നു അല്ലേ? C2H4 എന്ന് വന്നു. പക്ഷേ ഇവിടെ നമുക്ക് പ്രത്യേകത എന്താണ്? 2 ബോണ്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 2 കാർബൺ ആണെങ്കിൽ ഇതാണ് വരാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 2 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? ഈഥീൻ എന്നാണ് പറയുക. എന്താണ്? ഈഥീൻ. ഓക്കെ, ഈഥീൻ എന്നാണ് പറയുക. അതായത് ദീൻ എന്നാണുള്ള ഒരു ഇതാണ് വരാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് 3 എണ്ണാണെങ്കിൽ പ്രൊപ്പീൻ എന്ന് പറയും അല്ലേ? അതുപോലെ തന്നെ 4 എണ്ണാണെങ്കിൽ എന്താ പറയുക? 4 എണ്ണാണെന്നുണ്ടെങ്കിൽ
എന്താ പറയുക, ബ്യൂട്ടീൻ അല്ലേ. 5 എണ്ണാണെങ്കിലോ പെൻറ്റീൻ, 5 കാർബൺ ആണെങ്കിൽ 6 ഉണ്ടെങ്കിലോ ഹെക്സീൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈൻ എന്ന് പറയുന്നതാണ് ദ്വിബന്ധനം ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനി 3 എണ്ണം ഉണ്ടെങ്കിലോ, അതായത് ഇപ്പോൾ നമ്മൾ ഈ കാർബണിൻ്റെ ഇടയിൽ 2 ബോണ്ടല്ലേ വരച്ചിട്ടുള്ളത്, 2 വരല്ലേ വരച്ചിട്ടുള്ളത്. ഇനി നോക്കി ഈ കാർബണിൻ്റെ ഇടയിൽ 3 വര ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇൻ എന്ന് കൂട്ടിച്ചേർക്കണം. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഏകബന്ധനമാണെന്നുണ്ടെങ്കിൽ ഇൻ എന്ന് കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞു അല്ലേ. ഇനി 3 എണ്ണം ഇത് ത്രിബന്ധനമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക, എയിൻ എന്നാണ് വരിക. അതായത് ഈദെയിൻ, ഇങ്ങനെ കേട്ടോ, ദെയിൻ. ഓക്കെ, ഇങ്ങനെ വരും. അതുപോലെ തന്നെ പ്രൊപ്പെയിൻ, ഓക്കെ, പ്രൊപ്പെയിൻ എന്ന് വരും. അതായത് എന്താണ്, ഐൻ എന്നാണ് വരിക. ഓക്കെ, എയിൻ എന്നാണ് വരിക. അതായത് നമ്മൾ ഏകബന്ധനമാണെന്നുണ്ടെങ്കിൽ ഇൻ എന്ന് വരും, ദ്വിബന്ധനമാണെന്നുണ്ടെങ്കിൽ ഈൻ എന്ന് വരും, ത്രിബന്ധനമാണെന്നുണ്ടെങ്കിൽ ഐൻ എന്ന് വരും. ഓക്കെ, ഐൻ എന്ന് വരും. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് പേര് കൊടുക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ പദമൂലം എഴുതാൻ എളുപ്പമല്ലേ. നോക്കിയേ, ഇവിടെ നമുക്ക് എത്രയാണ്, 5 കാർബൺ ആറ്റാണ് ഉള്ളത്. അപ്പം ഈ ചെയിനിന് നമുക്ക് പേരിടാം അല്ലേ. ആദ്യത്തെ ചെയിൻ ഹൈഡ്രോ കാർബൺ എത്രയാണ്, അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് നമ്മൾ എഴുതുക, എങ്ങനെയാണ് പദമൂലം എഴുതുന്നത് എങ്ങനെയാണ് പദമൂലം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ IUPAC നെയിം എഴുതാനും ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പദമൂലം എഴുതുക, എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം അല്ലേ ആദ്യം തന്നെ. അപ്പോൾ പദമൂലമാണ് ചോദിച്ചിരിക്കുന്നത്. പദമൂലം എന്ന് പറയുന്നുണ്ടല്ലോ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, 1 ആണെങ്കിലും എത്താണ്, 2 ആണെങ്കിൽ ഈതാണ്, 3 ആണെങ്കിൽ പ്രൊപ്പാണെന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കാർബൺ ഉണ്ട്, 5 കാർബൺ ഉണ്ട് അല്ലേ. അപ്പോൾ 5 കാർബൺ ആണെങ്കിൽ പദമൂലം എന്താണ്, പെൻഡ് എന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ, പെൻഡ് എന്നാണ് അല്ലേ. അപ്പോൾ പദമൂലം എന്ന് പറയുന്നത് എന്താണ്, പെൻഡാണ്. ഇനി ഈ സംയുക്തത്തിൻ്റെ IUPAC നാമം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. IUPAC നാമം എങ്ങനെ എഴുതാം, പെൻഡാണെന്ന് മനസ്സിലായി. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ബന്ധനല്ലേ ഉള്ളൂ, നോക്കിയൊക്കെ ഒരു വരലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, ഇതെന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, പെൻഡെയിൻ എന്നാണെന്ന് പറയാം. എന്താണ്, പെൻഡെയിൻ കേട്ടോ, പെൻഡെയിൻ. മനസ്സിലാവുന്നില്ലേ, പെൻഡെയിൻ കേട്ടോ, പെൻഡെയിൻ. ഓക്കെ, ഇനി ഹൈഡ്രോ കാർബൺ 1ൻ്റെയും ഹൈഡ്രോ കാർബൺ 2ൻ്റെയും ഘടനാവാക്യം വിശകലനം ചെയ്യും. ഈ 2 ഹൈഡ്രോ കാർബണുകളുടെയും തന്മാത്രാ സൂത്രം എന്താണ് നോക്കി നോക്കാം. നമുക്ക് ആദ്യത്തെ ഹൈഡ്രോ കാർബണിൽ എത്ര എണ്ണം ഉണ്ട്, കാർബൺ എത്ര എണ്ണം ഉണ്ട്, C2 എണ്ണമാണ്. C എത്രയാണ്, 1 2 3 4 5 അല്ലേ, C5 വന്നു. ഇനി H ആണെങ്കിൽ എത്ര എണ്ണം ഉണ്ട്, H ഒന്ന് കൂട്ടി നോക്കി എത്ര എണ്ണം ഉണ്ടെന്ന്, 3 3 2 5 2 7 8 9 10 11 12 അല്ലേ, C5H12. ഇനി ഇവിടെ നോക്കുകയാണെങ്കിലോ, രണ്ടാമത്തെ കാർബണിൽ നോക്കുകയാണെങ്കിൽ C എത്ര എണ്ണം ഉണ്ട്, 1 2 3 4 5 എണ്ണം ഉണ്ട്. അതിന് ഹൈഡ്രജൻ ആണെങ്കിൽ എത്ര എണ്ണം ഉണ്ട്, 3 3 6 7 8 9 10 11 12. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും ഘടനാ സമവാക്യം എന്ന് പറയുന്നത് എത്രയാണ്, C5H12 ആണ്. ഈ 2 ഹൈഡ്രോ കാർബണുകളുടെയും തന്മാത്ര സൂത്രം എന്താണ്, C5H12. കാർബൺ ചെയിനിൻ്റെ ഘടനയിൽ ഇവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ നോക്കുകയാണെങ്കിൽ എന്താണ്, നേരെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് പറയാം ഹൈഡ്രോ കാർബൺ 1 എന്ന് പറയുന്നത് 1 നേരെയുള്ള കാർബൺ ചെയിനാന്ന് പറയാം. രണ്ടാമത്തെ ആണെങ്കിലോ നോക്കി ഇവിടെ ശാഖ വന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട് അല്ലേ, ശാഖ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആണെങ്കിൽ എന്താണ്, ശാഖയുള്ള കാർബൺ ചെയിനാണ്. എങ്ങനെയാണ് എഴുതാം, 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം നേരെയുള്ള കാർബൺ ചെയിൻ ആണെന്ന്. ഓക്കെ, നേരെയുള്ള കാർബൺ ചെയിനാണ്, നേരെയുള്ള കാർബൺ ചെയിനാണ് അല്ലേ, കാർബൺ ചെയിനാണ്. ഇനി രണ്ടാമത്തെ ആണെങ്കിലോ, രണ്ടാമത്തെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ശാഖയുള്ള കാർബൺ ചെയിനാണ്, ശാഖയുള്ള കാർബൺ ചെയിനാണ്. ഇതേ തന്മാത്രാ സൂത്രമുള്ള മറ്റൊരു ഹൈഡ്രോ കാർബണിൻ്റെ ഘടനാവാക്യം നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇതേ തന്മാത്രാ സൂത്രമാണ്, അതായത് നമ്മൾ പറഞ്ഞു C5H12 നോക്കി ഇവിടെ എത്രയാണ്, 1 2 3 4 5 അല്ലേ. കാർബൺ ആണെന്നുണ്ടെങ്കിൽ 5 എണ്ണം ഉണ്ട്. H ആണെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ട്, 3 3 6 7 8 9
10, 11, 12 ഓക്കെ അല്ലേ. ഇപ്പോൾ C5H12 തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട് അല്ലേ. കാരണം എന്താണ്, ഓരോ കാർബൺ ആറ്റത്തിനും എന്തുണ്ട്, ഓരോ ശാഖയുണ്ട് അല്ലേ, ഓരോ ശാഖയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കാർബൺ ആറ്റത്തിന് ശാഖകളോട് കൂടിയ സംയുക്തങ്ങൾ രൂപീകരിക്കാൻ കഴിയുമെന്ന് വ്യക്തമായല്ലോ. നമുക്ക് മനസ്സിലായി ശാഖകളുള്ള കാർബൺ സംയുക്തങ്ങളും രൂപീകരിക്കാനായിട്ട് പറ്റുമെന്ന് നമുക്ക് ഈ ഒരു ഇതിലൂടെ മനസ്സിലായി അല്ലേ. അപ്പം ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്, നേരെയുള്ള കാർബൺ ചെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ശാഖയുള്ള കാർബൺ ചെയിൻ കണ്ടു അല്ലേ. അത് രണ്ടും കണ്ടു. അതുപോലെ തന്നെ കുറേ ശാഖയുള്ള കാർബൺ ചെയിൻ കണ്ടു. പിന്നെ എന്താണ് പഠിച്ചത്, എങ്ങനെയാണ് തന്മാത്രാ സൂത്രം ഘടനാവാക്യം അല്ലെങ്കിൽ IUPAC നാമം എങ്ങനെയാണ് എഴുതാനും പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഒരു ശാഖയുള്ള ആൽക്കൈനുകളുടെ നാമകരണം. അതായത് ഇത്ര നേരം നമ്മൾ ശാഖയുള്ളതും പറഞ്ഞു, നേരെയുള്ളതൊക്കെ പറഞ്ഞു അല്ലേ. ഇനി ഒരു ശാഖയാണ് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പേര് എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പേര് എഴുതാമെന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹൈഡ്രോ കാർബണിൽ എങ്ങനെയാണ് എഴുതിയത്, നേരെ വന്ന കാര്യം നമുക്ക് കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പെൻറ്റീന് മാത്രം എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ശാഖ വരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് പേര് എഴുതുമ്പോൾ. നമുക്ക് നോക്കാം. ഒരു ശാഖ മാത്രമുള്ള ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ഘടനാവാക്യമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. നോക്കി, ഒരു ശാഖ മാത്രമേ ഉള്ളൂ അല്ലേ. ഇവിടെ മാത്രമല്ലേ, ഒരു ശാഖ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ശാഖ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. IUPAC നാമകരണ രീതിയനുസരിച്ച് ഇത്തരത്തിൽ ശാഖയുള്ള ഹൈഡ്രോ കാർബണുകളെ നാമകരണം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ നീളം കൂടിയ ചെയിനെ പ്രധാന ചെയിനായും ബാക്കിയുള്ളവയെ ശാഖയായും പരിഗണിക്കണം. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഈ ഒരു ശാഖ നോക്കാം. ഈ ഒരു ശാഖ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ പേര് എഴുതാൻ പറ്റും നോക്കിയൊക്കെ. ഇവിടെ നമുക്ക് നേരെ പേര് എഴുതാൻ പറ്റുമോ, ഇല്ല. കാരണം എന്താണ്, നേരെ പേര് എഴുതാണെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം വരും, 1, 2, 3, 4 കാർബണാണ് വരുന്നത് അല്ലേ. ഓക്കെ, അവിടെ നിൽക്കട്ടെ കേട്ടോ, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് നേരെ നമുക്ക് പേര് എഴുതിയെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഓക്കെ, അത് ഒന്നാമത്തെ വഴിയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ എഴുതാം അല്ലേ. നോക്കി, ഇവിടെ നോക്കി ഇങ്ങനെ എഴുതാം. CH3 അങ്ങനെ ഇങ്ങനെ വരുന്നതിൽ പേര് എഴുതാം, നെയിമിങ് ഇടാം. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് നെയിമിങ് ഇടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 3 രീതികളിൽ നമുക്കിവിടെ നെയിമിങ് ഇടാനായിട്ട് പറ്റുമെന്ന് മനസ്സിലായി അല്ലേ. അതായത് മനസ്സിലായില്ലേ. അതായത് നമുക്ക് നെയിമിങ് ഇടാനായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെ നമുക്ക് നെയിമിങ് ഇടാനായിട്ട് പറ്റും, എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ചെയിനാക്കി മാറ്റാൻ പറ്റും നോക്കാം. അതായത് നമുക്ക് ഇങ്ങനെ നേരെ നമുക്ക് ചെയിനാക്കാം അല്ലേ. നേരെ ചെയിനാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ ശാഖയായിട്ട് വരുന്നത് അല്ലേ. ഇതാണ് ഇവിടുത്തെ ശാഖയായിട്ട് വരുന്നത്, ഇതാണ് മെയിൻ ശാഖയായിട്ട് വരുന്നത് അല്ലേ, മെയിൻ ശാഖയായിട്ട് വരുന്നത്. ഇനി നമുക്ക് വേറെ ഇപ്പോൾ നോക്കിയൊക്കെ ഇതേ സെയിം തന്നെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയൊക്കെ ഇവിടെ നമുക്ക് നേരെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നേരെയാണ് എടുക്കുന്നതെങ്കിൽ അതായിരിക്കും അവിടുത്തെ പ്രധാന ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ഈ ഒരെണ്ണം ഉണ്ടല്ലോ, അതാണ് ശാഖയായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നോക്കിയൊക്കെ, ഇവർ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, പ്രധാന ചെയിനായിട്ട് എടുത്തിരിക്കുന്നത് നോക്കിയൊക്കെ ഇതുപോലെയാണ് അല്ലേ. ഇത് വേറെ എക്സാമ്പിളാണ്. നോക്കി, ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും അല്ലേ. ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശാഖ ഇവിടെ ഏതാ വരാം, ഇതല്ലേ ശാഖയായിട്ട് വരാം. ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉൾക്കൊണ്ടില്ലേ. അതായത് CH3, CH2, CH3 ഒക്കെ വന്നു അല്ലേ. അപ്പോൾ അതാണ് അവിടുത്തെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു CH3 ഇവിടെ ഒരു ഭാഗത്ത് വന്നിട്ടില്ലേ, ഇതാണ് നമ്മുടെ ശാഖ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് 3 രീതികളിൽ എഴുതാനായിട്ട് പറ്റും അല്ലേ. പിന്നെ ഏത് രീതിയാണ്, ഇങ്ങനെ എഴുതിക്കൂടെ, നോക്കി ഇങ്ങനെ വരച്ചുകൂടെ. അങ്ങനെയാണെങ്കിൽ CH3 CH3 വന്നു അല്ലേ, മെയിൻ ചെയിൻ ആയിട്ട്. പിന്നെ വരുന്നത് ബാക്കി വരുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ശാഖയായിട്ടും വരും. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയാണ് പേര് സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ള നീളമാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ എടുത്തു എന്ന് വിചാരിക്കും, നമ്മൾ നേരെ എടുത്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4 കാർബൺ ആറ്റമാണ് അടങ്ങിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ എടുക്കുകയാണെങ്കിലോ 1, 2, 3, 4 ഇവിടെയും എന്താണ് 4 കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 1, 2, 3 3 കാർബൺ ആറ്റം മാത്രം അടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതെന്തായാലും നമുക്ക് പറ്റില്ല. കാരണം എന്താണ്, ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങളുള്ള ചെയിൻ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെയും എടുക്കാം, അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് എന്താണ് നേരെ എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. നോക്കിയേ,
ശാഖയുള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വരുന്ന രീതിയിലായിരിക്കണം നമ്പർ നൽകേണ്ടത്. ഇനി നമുക്ക് നമ്പർ നൽകേണ്ടതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഏതാണ് മെയിൻ, നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നത് എന്താണ്, മെയിൻ ശാഖ ഏതാണെന്ന് കണ്ടുപിടിക്കണം, പ്രധാനപ്പെട്ട ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം, അതിൽ ശാഖ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് പ്രധാന ചെയിൻ എന്ന് പറയുന്നത് ഇതാണ്, നേരെ വരുന്നതാണ്, ഇതാണ് ശാഖ എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടെ എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ഇവിടെ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, വേറൊരു എക്സാമ്പിളാണ് കേട്ടോ, ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് ശാഖയായിട്ട് വന്നത്, ഇതാണ് ഇവിടുത്തെ പ്രധാന ചെയിനായിട്ട് വന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് നമ്പർ കൊടുക്കുക എന്നാണ് പറയുന്നത്. ശാഖയുള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വരുന്ന രീതിയിലായിരിക്കണം നമ്പർ നൽകേണ്ടത്. ഇതിനായി വലത്തു നിന്നോ ഇടത്തു നിന്നോ നമ്പർ നൽകി തുടങ്ങാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വരണം. ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വരണമെന്നുണ്ടെങ്കിൽ വലത്തു നിന്നും ഇടത്തു നിന്നും നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശാഖയുള്ള കാർബൺ ചെയിൻ ചുവടെ നൽകിയിട്ടുണ്ട്. നോക്കി ഒരു ശാഖയാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് നമ്മൾ ഇതിടാൻ പോകണം, നമ്പർ ഇടാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഇടുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് നമുക്ക് ഇടാം, ലെഫ്റ്റിൽ നിന്ന്, അതായത് ഇടത്ത് നിന്ന് നമുക്കിടാം. 1 2 3 4, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 എന്നിടാം. അല്ലെങ്കിൽ നമുക്ക് റൈറ്റിൽ നിന്നും ഇടാം. ഓക്കെ, ഇവിടെ നിന്നും ഇടാം. 1 2 3 4 ഇങ്ങനെ ഇടാം. മനസ്സിലായല്ലോ. വലത്ത് നിന്ന് നമുക്ക് ഇടാം, ഇടത്ത് നിന്ന് നോക്കാം ഇടാം. ഓക്കെ, അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം വരുന്ന ഒരു ചെയിൻ നോക്കി. രണ്ടാമത് നമ്മൾ വലത്ത് നിന്നാണോ ഇടത്ത് നിന്നാണോ എന്നുള്ളത് നമ്പർ ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ നമ്പർ ഇട്ടു കേട്ടോ, നമ്പർ ഇട്ടു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവയിൽ ശാഖയുള്ള കാർബൺ ആറ്റത്തിന് കുറഞ്ഞ സ്ഥാനസംഖ്യ വന്നിരിക്കുന്ന ചെയിൻ ഏതാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ശാഖ, അതായത് ഇവിടെ നോക്കി ഒന്നാമത്തേൽ നോക്കി ഈ എത്രാമത്തേലാണ് ശാഖ വന്നിരിക്കുന്നത്, മൂന്നാമത്തേലാണ് ശാഖ വന്നിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഇടത്തു നിന്ന് നോക്കിയപ്പോഴാണ് മൂന്നാമത്തേൽ ശാഖ വന്നിരിക്കുന്നത്, വലത്തു നിന്ന് നോക്കിയപ്പോൾ രണ്ടാമത്തേലാണ് ശാഖ വന്നിരിക്കുന്നത് അല്ലേ. വലത്തു നിന്ന് നോക്കിയപ്പോൾ രണ്ടാമത്തേലാണ് ശാഖ വന്നിരിക്കുന്നത്, ഇടത്തു നിന്ന് നോക്കിയപ്പോൾ മൂന്നാമത്തേലാണ് ശാഖ വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ എടുക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വന്നിരിക്കുന്ന ചെയിനാണ്. അതായത് നമ്മൾ ഇവിടെ ഏറ്റവും കുറഞ്ഞത് 3 ആണ്, 2 ആണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഇതാണ് നമ്മുടെ നെയിം കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെയാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയാലോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും നീളമുള്ള കാർബൺ ചെയിൻ നോക്കാം. ഓക്കെ, ഏറ്റവും നീളമുള്ള കാർബൺ ചെയിൻ വരുന്നത് നോക്കാം. അതിനുശേഷം രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മൾ നമ്പർ ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ശാഖ ഉള്ളത് വരുമ്പോഴാണ് കേട്ടോ അത് ശ്രദ്ധിക്കേണ്ടത്. നമ്പർ ഇടാണെന്നുണ്ടെങ്കിൽ ആദ്യം വലത്ത് നിന്ന് നമുക്ക് ഇടാനായിട്ട് പറ്റും, ഇടത്ത് നിന്ന് ഇടാനായിട്ട് പറ്റും, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് നമ്പർ ഇടാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ചെറിയ നമ്പർ എവിടെയാണ് വരുന്നത്, അതായത് ഒരു ശാഖയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ ഒരു ശാഖയാണ് വന്നിരിക്കുന്നത് അല്ലേ. ഈ ശാഖ വരുന്ന കാർബൺ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ചെറിയ നമ്പർ ആയിരിക്കണം ഇടേണ്ടത്. ഇവിടെ നമുക്ക് 3ലാണ് ഇവിടെ ശാഖ വന്നിരിക്കുന്നത്, ഇവിടെ 2ലാണ് ശാഖ വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ആയിരിക്കണം ഇടേണ്ടത്. കാർബൺ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുമായി ബന്ധിച്ചിരിക്കുന്ന ചെറു ശാഖകൾ ആൽക്കൈൽ ഗ്രൂപ്പുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കാർബൺ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുമായി ബന്ധിച്ചിരിക്കുന്ന ഈ ചെറു ശാഖകളെ എന്താണ് പറയുക, ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുക. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ ഒരു ശാഖ ഉണ്ടല്ലോ, ഈ ശാഖകളെ ഗ്രൂപ്പുകൾ എന്നാ പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുക, ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ് പറയാം. ഒരു പൂരിത ഹൈഡ്രോ കാർബണിലെ കാർബൺ ആറ്റത്തിൽ നിന്ന് ഒരു ഹൈഡ്രജനെ നീക്കം ചെയ്യുമ്പോഴാണ് ആൽക്കൈൽ ഗ്രൂപ്പ് ലഭിക്കുന്നത്. അതായത് ഒരു ഹൈഡ്രോ കാർബൺ എടുക്കാം. ഈ ഒരു ഹൈഡ്രോ കാർബണിൽ നിന്നും കാർബൺ ആറ്റത്തിൽ നിന്ന് ഒരു ഹൈഡ്രജനെ നീക്കം ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് ലഭിക്കും, ആൽക്കൈൽ ഗ്രൂപ്പ് ലഭിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ CH4 എന്ന് പറയുന്ന ഒരു തന്മാത്രയുണ്ട്, CH4 എന്ന് പറയുന്ന തന്മാത്രയുണ്ട്. ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ നീക്കം ചെയ്യുമ്പോൾ എത്രയായി, CH3 എന്നായാലോ. ഇതാണ് എന്ന് പറയുന്നത് ആൽക്കൈൽ എന്ന് പറയുന്നത്. ആൽക്കൈൽ എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം നമുക്ക് CH4ൽ നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റിയില്ലേ, അങ്ങനെ ഒരു ഹൈഡ്രജനെ മാറ്റുന്നതിനെയാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് CH4 എന്ന തന്മാത്രയിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തെ നീക്കം ചെയ്യുമ്പോൾ CH3 ലഭിക്കും അല്ലേ. ഇതിനെ നമുക്ക് എന്ന് പറയാം, മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയാം. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു മീഥൈൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു കാർബൺ ആയ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. എത്താണെങ്കിൽ എന്താണ്, 2 കാർബൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കാർബൺ ഉള്ളൂ. ഇവിടെ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ എന്ത്, ആൽക്കൈൽ എന്നാണ്, അതായത് മീഥൈൽ എന്ന് വരണം അല്ലേ, മീഥൈൽ. ഓക്കെ, മീഥൈൽ എന്ന് വരണം, മീഥൈൽ എന്ന് വരണം. നേരത്തെ നമ്മൾ മീഥൈനും മീഥീനും അതുപോലെ തന്നെ മീഥൈൻ
മീഥെയിനും പറഞ്ഞു അല്ലേ. ഇവിടെ നമുക്ക് ശാഖകളുള്ള വരുന്നതിന് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുക. അതായത് നമുക്ക് ഇപ്പം CH3 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാർബൺ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? മീഥൈൽ എന്ന് പറഞ്ഞു അല്ലേ, മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ആൽക്കൈൽ ഗ്രൂപ്പിനെ നാമകരണം ചെയ്യുന്നതിന് ആൽക്കൈലിൻ്റെ പദമൂലത്തിനോടൊപ്പം ഐൽ എന്ന് ചേർത്ത് എഴുതുക. ഓക്കെ, ഐൽ എന്ന് ചേർത്ത് എഴുതുക. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് എഴുതാനായിട്ട് ശാഖയിലെ കാർബൺ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ എണ്ണത്തിനനുസരിച്ചുള്ള പദമൂലം എഴുതാം, എന്നിട്ട് ഐൽ എന്ന് എഴുതാം. അതായത് നമ്മൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള പദമൂലം നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. പ്ലസ് ഐൽ എന്നും കൂടി ചേർക്കാം. ഇപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് നോക്കി മീഥൈൽ എന്നാണെന്നുണ്ടെങ്കിൽ എന്താണ്? CH4-ൽ നിന്നും ഒരു H പോയിട്ടുണ്ടായിരിക്കും, അപ്പോൾ CH3 ആണ് വരാം. ഇനി ഈഥൈൽ എന്നാണെങ്കിൽ എന്താണ്? 2 കാർബൺ ആറ്റങ്ങളുള്ളതിനല്ലേ നമ്മൾ എന്ന് പറയുന്നത് ഈഥൈൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നോക്കി ഇവിടെ ഒരു ഹൈഡ്രജൻ പോയില്ലേ, അപ്പോൾ നമ്മൾ CH2 CH3 എന്ന് വന്നോ, അപ്പോൾ അതാണ് ഈഥൈൽ. ഇനി പ്രൊപ്പൈൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? പ്രൊപ്പൈൽ എന്നാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഹൈഡ്രജൻ ആറ്റം കുറയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഈ മീഥെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, മീഥെയിൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു കാർബൺ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഹൈഡ്രജൻ കുറഞ്ഞു, അപ്പോൾ എന്താണ്? മീഥെയിൽ എന്ന് വന്നോ. ഈ നെക്സ്റ്റ് ഘടനാവാക്യം തന്നിട്ടുണ്ട്. അതിൽ ഈഥെയിൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അവിടെ 2 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ. അപ്പോൾ പക്ഷേ ഇവിടെ ശാഖയാണ് തന്നിരിക്കുന്നത്, അപ്പോൾ എന്താ പറയുക? ഈഥെയിൽ എന്ന് പറയാം അല്ലേ. ഇനി വേറൊരു ശാഖ തന്നിട്ടുണ്ട്, അതിൽ 3 കാർബൺ ആറ്റമാണ് വന്നിരിക്കുന്നത്. ശാഖയുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ്? ഐലെന്ന് കൂടി ചേർക്കണമെന്നാണ് അല്ലേ. ഇപ്പോൾ പ്രൊപ്പൈൽ എന്ന് പറയാം അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ബ്യൂട്ടൈൽ എന്ന് പറയാം അല്ലേ. പിന്നെ പെൻറ്റൈൽ എന്ന് പറയാം, 5 എണ്ണാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, IUPAC നാമം എഴുതുമ്പോൾ അക്കങ്ങളും അക്ഷരങ്ങളും തമ്മിൽ ഹൈഫൺ ഉപയോഗിച്ച് വേർതിരിച്ച് എഴുതണം. അക്കങ്ങളും അക്ഷരങ്ങളും തമ്മിൽ ഹൈഫൺ ഉപയോഗിക്കണം. നോക്കിയേ, ഇവിടെ നമ്മൾ എഴുതിയിരിക്കണ നേരത്തെ കണ്ടില്ലേ, ശാഖകളിലൊക്കെ ഇങ്ങനെ ഹൈഫൺ ഇടട്ടെ. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ശാഖയുടെ സ്ഥാനസംഖ്യ ആദ്യം എഴുതാം. ആദ്യം ഇത് എങ്ങനെയാണ് എഴുതാമെന്നാണ് പറയുന്നത്. ആദ്യം തന്നെ സ്ഥാനസംഖ്യ എഴുതാം, അതിനുശേഷം ഹൈഫൺ ഇടാം, അതിനുശേഷം ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് എഴുതാം, പ്ലസ് പദമൂലം പ്ലസ് പിൻ പ്രത്യയം. അതായത് നമുക്ക് എക്സാമ്പിൾ പറയാൻ മനസ്സിലാവും കേട്ടോ. നോക്കി ഇവിടെ നോക്കി 2 മീഥൈൽ പെൻറ്റൈൻ എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തി? 2 നേടി. ഈ 2 എന്ന് പറയുന്നത് എന്താണ്? നോക്കി ശാഖയുടെ സ്ഥാനസംഖ്യയാണ്. അതിനുശേഷം ഹൈഫൺ ഇടണം അല്ലേ. അപ്പോൾ ഹൈഫൺ ഇട്ടു. നോക്കി 2 കഴിഞ്ഞിട്ട് ഇവിടെ ഹൈഫൺ ഇട്ടു അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് എഴുതണം. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് മീഥൈൽ എന്നാണ്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് എഴുതി മീഥൈൽ എന്നാ. അതിനുശേഷം പദമൂലം എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്? പെൻഡ് അല്ലേ, പെൻഡ്. അപ്പോൾ നോക്കി ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ മീഥൈൽ പെൻറ്റൈൻ എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പദം എന്ന് വെച്ചാൽ പദമൂലം എന്ന് വെച്ചാൽ എന്താണ്? എത്ത് പ്രൊപ്പ് എന്നൊക്കെ പറയില്ല, അതാണ് പെൻഡ്. അപ്പോൾ പെൻഡ് നേര്. പിന്നെ അതിനുശേഷം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്ലസ് പിൻ പ്രത്യയം എഴുതാം. അത് ഏതാണ് പ്രത്യയം? അതിപ്പോൾ എയിൻ ആണെന്നുണ്ടെങ്കിൽ എയിൻ എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെ 2 മീഥൈൽ പെൻറ്റൈൻ എന്നെഴുതി. ജസ്റ്റ് കുറേ എക്സാമ്പിളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ ഒരു IUPAC നാമം എഴുതാനായിട്ട് തന്നിട്ടുണ്ട്. CH3 CH2 CH2 CH3 ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഏറ്റവും വലിയ ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഏറ്റവും നീളം കൂടിയ ചെയിൻ ഏതാണ്? നോക്കി നീളം കൂടിയ ചെയിൻ നോക്കി ഇവിടെ ഞാൻ ഇങ്ങനെ വരച്ചു. അങ്ങനെ നോക്കി 1 2 3 4 5 കാർബൺ വന്നു അല്ലേ. ഇനി നമുക്ക് ഇങ്ങനെ സൈഡിലേക്ക് വരച്ചു കൂടെ. അപ്പം ഇപ്പോൾ ഇങ്ങനെ എഴുതാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. നോക്കി ഇങ്ങനെയാണെങ്കിൽ 1 2 3 4 5 അങ്ങനെയാണെന്നുണ്ടെങ്കിലും 5 കാർബൺ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്തെടുക്കുക? നേരായിട്ടുള്ളത് എടുക്കുക കേട്ടോ. ഏറ്റവും നീളം കൂടിയതിൽ നേരായിട്ടുള്ള ചെയിൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്പർ ഇടണം അല്ലേ. ഇടത്തു നിന്ന് ആദ്യം തന്നെ നമ്പർ ഇടാൻ പോണേ. 1 2 3 4 5 ഇടത്തുനിന്ന് നമ്പർ ഇട്ടു. ഇനി വലത്തു നിന്ന് നമ്പർ ഇടാം. 1 2 3 4 5. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും കുറഞ്ഞ നമ്പർ ഏതാണെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നതിൽ അത് ശാഖയുള്ളതിൽ നോക്കാൻ പോയിട്ട്. അപ്പോൾ ശാഖയുള്ളത് ഇതാണ് നമ്മുടെ ശാഖ. ഈ ശാഖയിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ വന്നിരിക്കുന്നത്? 4 ആണോ 2 ആണോ? ഏറ്റവും ചെറിയ നമ്പർ 2 ആണ് അല്ലേ. അപ്പോൾ 2 ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ നൽകി. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ശാഖയുള്ളതിൽ ഏറ്റവും ചെറിയ നമ്പർ നമ്മൾ എടുത്തു. ശാഖയുള്ളതിൽ ഏറ്റവും ചെറിയ നമ്പർ എടുത്തു. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് നോക്കി ശാഖയുടെ സ്ഥാനസംഖ്യ എഴുതാൻ. അതെങ്ങനെയാണ് IUPAC നാമം എഴുതുക? നോക്കി ആദ്യം ശാഖയുടെ സ്ഥാനസംഖ്യ എഴുതാം. അപ്പോൾ ശാഖയുടെ സ്ഥാനസംഖ്യ ഇതാണ് 2 അല്ലേ. ഏറ്റവും ചെറിയ നമ്പർ എടുത്തില്ലേ, ഇത് മാറ്റി.
ഏറ്റവും വലിയ ചെയിൻ നമ്മൾ എടുത്തു. അതിനുശേഷം നമ്മൾ ശാഖകളിൽ നോക്കി നമ്പർ ഇട്ടിട്ട് ഏറ്റവും ചെറുത് എടുത്തു. അപ്പോൾ ചെറിയ കാർബൺ നമ്പർ വന്നിരിക്കുന്നത് 2 ആണ്. ഇതാണ് നമ്മുടെ IUPAC. ഇതെങ്ങനെയാണ് എഴുതേണ്ടത്? ഇനി നമ്മൾ ആദ്യം തന്നെ ശാഖയുടെ സ്ഥാനസംഖ്യ എഴുതാം. ശാഖയുടെ സ്ഥാനസംഖ്യ എത്രയാണ്? 2 ആണ്. ഇനി അതിനുശേഷം എന്താ ഹൈഫൺ ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹൈഫൺ ഇട്ടു. അതിനുശേഷം ആൽക്കിൽ ഗ്രൂപ്പിൻ്റെ പേര് എഴുതണം. ആൽക്കിൽ ഗ്രൂപ്പ് ഏതാണ്? തന്നിരിക്കുന്നതിൽ ആൽക്കിൽ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കി എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയാൽ മതി. 1 2 3 4 5 6 അല്ലേ? 6 കാർബൺ ആണ് ഉള്ളത്. ഇനി നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് എഴുതുമ്പോൾ ആൽക്കൈൽ എന്ന് വെച്ചാൽ എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്? ശാഖയുള്ളതാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ശാഖ ഉള്ളതിൽ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ശാഖയുള്ളതാണ് എഴുതുന്നത്. അപ്പോൾ ശാഖയിൽ 1 കാർബൺ ഉള്ളൂ. അപ്പോൾ നമ്മൾ എത്താണ് എഴുതാം, മെത്ത് എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് മീഥെയിൽ അല്ലേ? മീഥെയിൽ നമ്മൾ പറഞ്ഞു ആൽക്കൈൽ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്ത് എഴുതണം എന്ന് പറഞ്ഞു? അയിൽ നിടണം അല്ലേ? മീഥെയിൽ എന്ന് എഴുതണം. ഓക്കെ, മീഥെയിൽ എന്ന് എഴുതണം. അതിനുശേഷം എന്താണ്? പദമൂലം പറഞ്ഞിട്ടുണ്ട്. പദമൂലം എന്ന് വെച്ചാൽ ഈ പദമൂലം എന്ന് പറയുന്നത് ഏതാണ്? ഈ പദമൂലം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും വലിയ ചെയിൻ കണ്ടെത്തിയില്ലേ, ആ പദമൂലം അതാണ് എടുക്കേണ്ടത് കേട്ടോ. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ശാഖ കൊടുക്കുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് എഴുതണം അല്ലേ? ശാഖ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ 2ലാണ് കൊടുത്തതെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആദ്യം തന്നെ നമ്പർ എഴുതിയില്ലേ? ഈ നമ്പറിനൊപ്പം നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പാണ് എഴുതുന്നത്. അതിനുശേഷം നമ്മൾ മെയിൻ ചെയിൻ നോക്കുകയാണ്. അതിൽ എത്ര ഉണ്ടെന്ന് നോക്കാം. എത്ര ഉണ്ട്? 1 2 3 4 5 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? പെൻഡ് അല്ലേ വരാം? പെൻഡ് എഴുതാം അല്ലേ? ഇപ്പോൾ നമുക്ക് പെൻഡ് എഴുതാം അല്ലേ? പെൻഡെയിൻ അല്ലേ? പ്ലസ് എന്താണ്? എയിൻ. ഏതാണ് പെൻ പ്രത്യയം? ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ എയിൻ ആണ്. അപ്പോൾ പെൻഡെയിൻ എന്ന് എഴുതാം. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? എങ്ങനെയാണ് പേര് എഴുതാമെന്ന് ക്ലിയർ ആയോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കി നോക്കാം. മുഖ്യ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കാം. മുഖ്യ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കി നോക്കിയേ. ഏതാണ് മുഖ്യ ചെയിൻ നമ്മൾ എടുത്തിരിക്കുന്നത്? നേരെയുള്ളതാണ് അല്ലേ? ഇപ്പോൾ 1 2 3 4 5 കാർബൺ ആറ്റം ഉണ്ട്. ഇനി പദമൂലം എന്ന് പറയുന്നത് ഏതാണ്? പദമൂലം എന്ന് വെച്ചാൽ എന്ത് എഴുതേണ്ടത്? ഈ മുഖ്യ ചെയിനിൽ ഏതാണ്? പെൻഡാണ് അല്ലേ? പെൻഡാണ്. ഓക്കെ, പെൻഡ് 5 എണ്ണമല്ലേ ഉള്ളത്? പെൻഡ്. ഇനി പിൻ പ്രത്യയം ഏതാണ്? ഇവിടെ നമുക്ക് ഒരു ഹൈഫൺ അല്ലേ ഉള്ളൂ. അതായത് നമുക്ക് നിബന്ധന എവിടെയും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? എയിൻ അല്ലേ? അപ്പോൾ പിൻ പ്രത്യയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? എയിൻ എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ എന്ത് എഴുതാം? എയിൻ എന്ന് എഴുതാം. ഓക്കെ, എയിൻ എന്ന് എഴുതാം. ഇനി ശാഖയായി വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര്. ശാഖയായി വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് എന്ന് പറയുമ്പോൾ ഏതാണ്? 1 കാർബൺ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മീഥെയിൽ എന്ന് എഴുതാം അല്ലേ? മീഥെയിൽ. ഓക്കെ, മീഥെയിൽ എന്ന് എഴുതാം. ഇനി ശാഖയുടെ സ്ഥാനം എത്രാമത്തെയാണ് ശാഖയുടെ സ്ഥാനം വന്നിരിക്കുന്നത്? 2 അല്ലേ വന്നിരിക്കുന്നത്? അപ്പോൾ 2 എഴുതാം. എന്നിട്ട് എന്നിട്ട് എങ്ങനെയാണ് പേര് എഴുതേണ്ടത്? ആദ്യം തന്നെ ശാഖയുടെ സ്ഥാനസംഖ്യ നോക്കാം. ഇവിടെ ശാഖയുടെ സ്ഥാനസംഖ്യ എത്രയാണ്? ശാഖയുടെ സ്ഥാനസംഖ്യ 2 ആണ്. ഹൈഫൺ ഇടാം. അതിനുശേഷം ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് എഴുതാം. ശാഖയുടെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എപ്പോഴും ശാഖയായിരിക്കും. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് എന്താണ്? മീഥെയിൽ എന്നാണ്. അപ്പോൾ മീഥെയിൽ എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ മറ്റേ പദമൂലം അത് മെയിൻ ചെയിനിൽ നോക്കാം. മെയിൻ ചെയിനിൽ എത്ര എണ്ണം ഉണ്ട്? പദം എത്രയാണ്? പെൻഡല്ലേ വരുന്നത്? പെൻഡ് വന്നു. പിന്നെ ഒരെണ്ണമുള്ളൂ. അപ്പോൾ പെൻഡെയിൻ എന്ന് എഴുതി. ഓക്കെ, ക്ലിയർ ആയില്ല? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയാൽ മനസ്സിലാകും കേട്ടോ. ഇപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. 4 എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, സംയുക്തം CH3 CH CH2 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 CH3. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഏറ്റവും വലിയ ചെയിൻ എടുക്കുക അല്ലേ? കാർബൺ ആറ്റങ്ങൾ കൂടുതലുള്ള ചെയിൻ എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നേരെ ആദ്യം തന്നെ വരച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ 1 2 3 4 5 6 കാർബൺ ആറ്റം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കി നോക്കട്ടെ. 1 2 3 4 5 6. അപ്പോൾ ഇവിടെയും 6 കാർബൺ ആറ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു അങ്ങനെ വരാണെങ്കിൽ നേരായിട്ടുള്ള ചെയിൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ നേരായിട്ടുള്ള ചെയിനാണ് എടുക്കണേ. ഇതാണ് എൻ്റെ മുഖ്യ ചെയിൻ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ശാഖയായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇത് ശാഖയാണ് കിട്ടിയിട്ട് നേരെയുള്ളതാണ് എടുത്തിരിക്കുന്നത് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ കാർബൺ നമ്പർ, ശാഖകളിൽ ഏറ്റവും ചെറിയ കാർബൺ നമ്പർ എഴുതണം. അപ്പോൾ നമുക്ക് നമ്പർ ഇട്ട് നോക്കാം. ആദ്യം ഇടത്തുനിന്ന് ഞാൻ നോക്കുകയാണേ. 1 2 3 4 5 6. അപ്പോൾ രണ്ടാമത്തേലാണ് ഇപ്പോൾ എന്ത് വന്നിരിക്കുന്നത്? ഈ ശാഖയിലുള്ള ഈ ശാഖകൾ, അതായത് CH3 വന്നിരിക്കുന്നത് രണ്ടാമത്തെ ശാഖയിലാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ നമ്പറിലാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇനി ഞാൻ വലത്തുനിന്ന് ഇട്ട് നോക്കട്ടെ. 1 2 3 4 5 6. അപ്പോൾ ഇവിടെ എന്താണ്? 5ാമത്തേലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ കാർബൺ ആറ്റം വന്നിരിക്കുന്നത് ഏതിലാണ്? ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് വന്നിരിക്കുന്നത്? 2 ആണ് അല്ലേ? അപ്പോൾ ഞാൻ 2 ആണ് എടുക്കുന്നത്. ബാക്കി ഞാൻ മായ്ച്ച് കളയാം.
ഓക്കെ, ഞാനത് മാച്ച് കളഞ്ഞിട്ടുണ്ടേ. അപ്പോൾ 1 2 3 4 5 6 എന്ന് ഇട്ടു. അതിന് ശേഷം ഞാൻ ഏറ്റവും ചെറിയ നമ്പർ നോക്കുകയാണ്. അപ്പോൾ 2 ആണ് ഏറ്റവും ചെറിയ നമ്പർ. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എളുപ്പമാണ് എഴുതാനായിട്ട്. നീളം കൂടിയ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? നീളം കൂടിയ ചെയിൻ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട് അല്ലേ? ഇപ്പോൾ 6 എണ്ണം എഴുതി. ഇനി ശാഖയുടെ പേരെന്താണ്? ശാഖയുടെ പേര് CH3 ആണ് അല്ലേ? ഒരു കാർബൺ ഉള്ളൂ അല്ലേ? അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പാണ്. നമ്മൾ ആൽക്കൈൽ എയിൽ നിന്ന് കൂട്ടി എഴുതണം എന്ന് പറഞ്ഞു. ഒരു കാർബൺ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്താണ്? മീഥൈൽ എന്ന് എഴുതാം അല്ലേ? മീഥൈൽ എന്നെഴുതാം അല്ലേ? മീഥൈൽ എന്നെഴുതാം. ഇനി ശാഖയുടെ സ്ഥാനം എത്രയാണ്? രണ്ടാമത്തെയാണ് അല്ലേ? രണ്ടാമത്തെയാണ് ശാഖയുടെ സ്ഥാനം. ഇനി എങ്ങനെയാണ് IUPAC നാമം എഴുതാം? IUPAC നാമം എങ്ങനെ എഴുതാം? ഒന്ന് എഴുതി നോക്കിയേ. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു എത്രയാണ് നമ്പർ വന്നിരിക്കുന്നത് ഇടാം. അപ്പോൾ 2 നേടി ഞാൻ ഒരു ഹൈഫൺ ഇടണമെന്ന് പറഞ്ഞു. അതിനുശേഷം ശാഖ അല്ലേ? ഏതാണ്? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് എഴുതണം. ഒരു കാർബൺ ആണ്. അപ്പോൾ നമ്മൾ മീഥൈൽ എന്നാണ് ആദ്യം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ മീഥൈൽ എന്ന് എഴുതി. അതിനുശേഷം പദം എഴുതണം അല്ലേ? അതായത് ഏറ്റവും വലിയ ചെയിനിൽ എത്രയാണ് വന്നിരിക്കുന്നത്? 1 2 3 4 5 6 കാർബൺ വന്നിട്ടുണ്ട്. അപ്പോൾ 6 കാർബൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ് പദം? നോക്കിയൊക്കെ. ഹെക്സ് അല്ലായിരുന്നത്? പെൻറ്റ് 5 ആയിരുന്നു, 6 ഹെക്സ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഹെക്സ് എഴുതി. ഇവിടെ നമുക്ക് ഏകബന്ധനം മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഹെക്സെയിൻ എന്ന് എഴുതാം അല്ലേ? ഹെക്സെയിൻ എന്ന് എഴുതാം. ഹെക്സെയിൻ എന്ന് എഴുതാം. അപ്പോൾ എന്താ പേര്? 2-methyl hexane എന്നാണ്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ആദ്യം തന്നെ ഏറ്റവും വലിയ ചെയിൻ നോക്കാമെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ചെയിൻ നോക്കി എനിക്ക് 6 കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നമ്പർ നോക്കി വലത്തു നിന്ന് ഇടത്തു നിന്നൊക്കെ നമ്പർ ഇട്ട് നോക്കി. അതിൽ ഏറ്റവും ചെറിയ ഈ ശാഖയുള്ളതിൽ ഏറ്റവും ചെറിയ നമ്പർ വരുന്ന ഏതാണെന്ന് നോക്കി. അപ്പോൾ 2 ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പേര് എഴുതുന്നത് എങ്ങനെയാണ്? ആദ്യം തന്നെ ആ ശാഖയിൽ നമ്പർ ഇടില്ല, ഏറ്റവും ചെറിയ നമ്പർ ഇട്ടില്ല, ആ 2 ഇടുക, ഹൈഫൺ ഇടുക. അതിനുശേഷം ഒരു ശാഖയിൽ എന്താണ്? ഒരു നമ്പറാണ് വരുന്നത് അല്ലേ? ഒരു ശാഖകളിൽ ഒരു കാർബണാറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മെത്ത് എന്ന് എഴുതണം അല്ലേ? ആൽക്കൈൽ ഗ്രൂപ്പാണ് എഴുതുന്നത്. അപ്പം മീഥൈൽ എന്ന് എഴുതണം. അതിനുശേഷം ഞാൻ ഏറ്റവും വലിയ ചെയിൻ നോക്കി. അതിൽ ഏറ്റവും വലിയ ചെയിനിൽ ഇത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കി. അപ്പോൾ 6 എണ്ണമാണ്. 6 എണ്ണാണെങ്കിൽ ഹെക്സ് ആണ്. അപ്പോൾ ഹെക്സെയിൻ എന്ന് എഴുതി. നെക്സ്റ്റ് നോക്കാം. CH3 CH2 CH3. ഞാനിപ്പോൾ നേരെ നോക്കുകയാണ് ഒരു ചെയിൻ കണ്ടുപിടിക്കാൻ പോകട്ടോ. നേരെ നോക്കി. അപ്പോൾ 1 2 3 4 കാർബണാണ് വരുന്നത്. ഇതാണ് ശാഖയായിട്ട് വരുന്നത് അല്ലേ? ഇത് നോക്കി. ഞാൻ ഇങ്ങനെ നോക്കി. ഇങ്ങനെ നോക്കിയപ്പോഴും 1 2 3 4 അങ്ങനെ നോക്കുമ്പോൾ 4 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇപ്പുറത്തുനിന്ന് നോക്കാം കേട്ടോ. ഇപ്പുറത്തുനിന്ന് നോക്കി 1 2 3 എണ്ണേ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അത് വരില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം എന്താണ്? ഏറ്റവും വലിയ ചെയിനാണ് എഴുതണ്ടേ അല്ലേ? അപ്പോൾ ഇത് വരില്ല എന്തായാലും. ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ നേരെ വരാം. ഞാൻ നേരെയുള്ളതാണ് എടുക്കുന്നത്. നേരെയുള്ളതാണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ. അതിനുശേഷം ഞാൻ പേരിടാൻ പോണേ. ഇപ്പോൾ അടുത്തുനിന്ന് നോക്കുകയാണ്. 1 2 3 4 ഞാൻ അടുത്തുനിന്ന് പേരിട്ടെ. വലത്തുനിന്ന് നോക്കിയപ്പോൾ 1 2 3 4 എന്നിട്ടു. അപ്പോൾ അതിൽ ഏറ്റവും ഇപ്പോൾ ശാഖ ഞാൻ CH3 ആണ് എൻ്റെ ശാഖ എന്ന് പറയുന്നത് കേട്ടോ. ഇതിലേതാ 3 2 വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 2 ആണ്. അപ്പോൾ അതായത് വലത്തുനിന്ന് ഇട്ട നമ്പറാണ് അവിടെ ഏറ്റവും ചെറുതായിട്ട് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 2 ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 1 2 3 4 അപ്പോൾ 2 ആണ് ഞാൻ എടുത്തത്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഇവിടെ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര എണ്ണം നോക്കി നോക്കിയാൽ 1 2 3 4 എണ്ണമാണ് ഉള്ളത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശാഖയുടെ പേരെന്താണ്? ശാഖയുടെ പേരെന്താണ്? ഒരു കാർബൺ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ്? മീഥൈൽ എന്നാണ് അല്ലേ? മീഥൈൽ എന്ന് തന്നെയാണ് വരാം. മീഥൈൽ എന്ന് തന്നെയാണ് വരാം. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ശാഖയുടെ സ്ഥാനം. ശാഖയുടെ സ്ഥാനം എത്രയാണ്? 2 അല്ലേ? 2 നേടി. ഇനി IUPAC നാമം എഴുതാൻ പറഞ്ഞിരിക്കുന്നു. IUPAC നാമം എഴുതാനായിട്ട് ആദ്യം തന്നെ ശാഖ നോക്കാം. ശാഖ എന്ന് പറയുമ്പോൾ 2 ആണ് നമ്പർ ഇട്ട്. ഞാൻ ശാഖയുടെ നമ്പർ ഇട്ടു 2 ഹൈഫൺ. അതിനുശേഷം ഒരു ഒരെണ്ണല്ലേ ഉള്ളൂ, ഒരു കാർബൺ അല്ലേ ഉള്ളൂ. അപ്പോൾ മീഥൈൽ എന്ന് എഴുതാം അല്ലേ? മീഥൈൽ എന്ന് എഴുതാം. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ എത്രയാണ് ബാക്കി വരുന്ന പദം എഴുതണം അല്ലേ? ബാക്കി വരുന്ന കാർബൺ എത്രയാണ്? 1 2 3 4 എണ്ണമാണ്. 4 എണ്ണാണെങ്കിൽ ഇതാണ്. പെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? പെൻറ്റ് കഴിഞ്ഞാൽ ബ്യൂട്ടല്ലേ വരുന്നത്? നോക്കി നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ളതിലുണ്ട് ഇല്ലേ? പെൻറ്റ് കഴിഞ്ഞാൽ വന്നത് നോക്കി ബ്യൂട്ടല്ലേ വന്നിരിക്കുന്നത്? ബ്യൂട്ടാണ് അല്ലേ? അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതി? ബ്യൂട്ടെന്ന് എഴുതി. ബ്യൂട്ടെന്ന് എഴുതിയിട്ട് നമ്മൾ അവിടെ എന്ത് ചേർക്കണം? എയിൻ ചേർക്കണം അല്ലേ? പിന്നെ പ്രത്യേകം ചേർക്കണം. അപ്പോൾ ബ്യൂട്ടെയിൻ എന്ന് എഴുതാം. ബ്യൂട്ടെയിൻ എന്ന് എഴുതാം. അപ്പോൾ അതാണ് അവിടെ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ ചെയിൻ ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്തത് പേരിടാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും വലിയ ചെയിൻ നോക്കാൻ പോണേ. ആദ്യം തന്നെ ഞാൻ ഏറ്റവും വലിയ ചെയിൻ നോക്കുകയാണ്. നേരെ വരച്ച് നോക്കിയപ്പോൾ എത്ര എണ്ണം വന്നു? 1 2 3 4 5 കാർബൺ വന്നുള്ളൂ അല്ലേ? ഇത് ഞാൻ ഇങ്ങനെ വരച്ച് നോക്കാൻ പോണേ. ഇങ്ങനെ വരച്ച് നോക്കി കേട്ടോ. അങ്ങനെ വരച്ച് നോക്കിയപ്പോൾ എത്ര എണ്ണം വന്നു? 1 2 3 4 5 6 കാർബൺ. നേരത്തെ നീളമുള്ളതിൽ നോക്കിയപ്പോൾ 5 എണ്ണം വന്നുള്ളൂ. പിന്നെ ഇങ്ങനെ നോക്കാമല്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ 3 എണ്ണം വരുന്നുള്ളൂ. 1 2 3 അല്ലേ? ഈ 3 എണ്ണം വരുന്നുള്ളൂ. അപ്പോൾ അത് എന്തായാലും വരില്ല. ഒന്നില്ലെങ്കിൽ നേരെയുള്ള എടുക്കാം,
നേരിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അത് ചെറിയ കാർബൺ അല്ലേ. 1 2 3 4 5 5 വന്നു മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ എത്ര എണ്ണം വന്നു? 1 2 3 4 5 6 വന്നു. അപ്പോൾ ഏറ്റവും വലിയ ചെയിനായിട്ട് എടുക്കേണ്ടത് ഏതാണ്? ഇങ്ങനെ വളച്ചൊടിച്ചെടുക്കേണ്ട ഈ ഒരു ചെയിനാണ് ഏറ്റവും വലിയ ചെയിൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ നമ്പർ ഇട്ട് നോക്കാൻ പോണേ. അങ്ങനെയൊക്കെ ഇടാം. നമുക്ക് ഇവിടെ നിന്ന് ഇടാം 1 2 3 4 5 6 ഇങ്ങനെ ഇടാം. ഇനി ഇപ്പുറത്തുനിന്ന് ഇടാം അല്ലേ. 1 2 3 4 5 6. അപ്പോൾ ഞാൻ ശാഖ വന്നിരിക്കുന്നത് ഇതാണ് ശാഖ എന്ന് പറയുന്നത്. ഈ ശാഖയമ്മ റൈറ്റ് ചെയ്ത് നോക്കിയപ്പോൾ 1 2 3 മൂന്നാമത്തെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടുന്ന് മുകളിൽ നിന്ന് ഞാൻ നോക്കിയപ്പോഴോ, മുകളിൽ നിന്ന് നോക്കിയപ്പോൾ എത്രാമത്തെയാണ്? ഇവിടുന്ന് നോക്കിയപ്പോൾ ഇവിടുന്ന് നമ്പർ ഇട്ടപ്പോൾ 1 2 3 നാലാമത്തെയാണ്. മുകളിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ 1 2 3 നാലാമത്തെയാണ്. സോറി, ഇവിടെ 1 2 മൂന്നാമത്തെയാണ് അല്ലേ. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ 1 2 ഇവിടുന്ന് ഇട്ട് നോക്കിയപ്പോൾ 1 2 3 അല്ലേ വന്നത്. ഈ മൂന്നാമത്തേലല്ലേ ഈ CH3 വന്നിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ നിന്ന് നോക്കി 1 2 3 4 അല്ലേ, നാലാമത്തേലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ കാർബൺ എന്ന് പറയുന്നത് 3 അല്ലേ, ചെറിയ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എഴുതേണ്ടത്. അതായത് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് അല്ലേ. ഇതാണ് ശാഖ എന്ന് പറയുന്നത്. നമ്പർ ഇട്ട് നോക്കി, ഇവിടുന്ന് നമ്പർ ഇട്ട് നോക്കിയപ്പോൾ 1 2 3 4, ഇനിയിപ്പോൾ ഇങ്ങോട്ട് നോക്കിയാലും കുഴപ്പമില്ല, 5 6. ഓക്കെ, അപ്പോൾ മൂന്നാമത്തേലാണ് ഇവിടെ അതിൻ്റെ ശാഖ വന്നിരിക്കുന്നത് അല്ലേ. ഇനി ഞാൻ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് ഇട്ട് നോക്കി 1 2 3 4. അപ്പോൾ നാലാമത്തേലാണ് ശാഖ വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ നോക്കണം. അപ്പോൾ മൂന്നാമത്തെ ഞാൻ നോക്കി അല്ലേ. അതിന് ഓക്കെ, നമുക്ക് ഇങ്ങനെ പേര് എഴുതാം. ഒരു മിനിറ്റ്, ഇവിടെ നമുക്ക് എഴുതാനുള്ളതുണ്ടല്ലേ. ഏറ്റവും നീളം കൂടിയ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 6 എണ്ണമാണ് അല്ലേ. 6 എണ്ണമാണ്. ഞാൻ ഇതെല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ 6 എണ്ണം വന്നിരിക്കുന്നത്. ഇവിടെ എന്താ എഴുതേണ്ടത്? ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാ? ഒരു കാർബൺ ആറ്റം ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? മീഥൈൽ എന്ന് തന്നെ എഴുതാം അല്ലേ. മീഥൈൽ എന്ന് തന്നെ എഴുതാം. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശാഖയുടെ സ്ഥാനമാണ്. എത്രാമത്തെയാണെന്ന് ഞാൻ പറഞ്ഞു? മൂന്നാമത്തേലാണ് വന്നിരിക്കുന്നത്. ശാഖയുടെ സ്ഥാനം 3ആണ്. ഇനി IUPAC നാമം ഏതാണ്? IUPAC നാമം എങ്ങനെ എഴുതാം? ആദ്യം തന്നെ നമ്മൾ എത്രാമത്തെയാണ്? മൂന്നാമത്തേലാണെന്ന് കണ്ടെത്തി. അതിനുശേഷം ഹൈഫൺ ഇട്ടു. പിന്നെ എത്ര കാർബൺ ആണ്? ഏതാണ് ആൽക്കൈൽ വരുന്നത്? മീഥൈലാണ് അല്ലേ. മീഥൈൽ അല്ലേ. മീഥൈൽ നിന്നു മീഥൈൽ. ഇനി 1 2 3. ഓക്കെ, മൂന്നാമത്തേലാണ് മീഥൈൽ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും വലിയ ചെയിനില്ല, അതിൽ പദമൂലം എഴുതണം. എത്ര എണ്ണമാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്? 6 എണ്ണമാണ്. അപ്പോൾ 6 എണ്ണാണെങ്കിൽ എന്താണ്? ഹെക്സ് ആണ് അല്ലേ. അപ്പോൾ ഹെക്സൈൻ എന്ന് എഴുതാം അല്ലേ. ഹെക്സൈൻ എന്ന് എഴുതി കൂടെ? ഹെക്സൈൻ എന്ന് എഴുതാം. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, ഞാൻ എടുക്കാനായിട്ട് പോവാണേ. ഞാൻ നേരെ നോക്കുകയാണ് ആദ്യം തന്നെ. നേരെ നോക്കിയപ്പോൾ 1 2 3 4 5 കാർബൺ ആറ്റമാണ് ഉള്ളത്. ഞാൻ ഇങ്ങോട്ട് നോക്കുകയാണേ. ഇങ്ങോട്ട് നോക്കിയപ്പോൾ 1 2 3 4 5 കാർബൺ ആറ്റം. ഇനി ഞാൻ ഇങ്ങോട്ട് നോക്കി നോക്കട്ടെ. 1 2 3 4 5 കാർബൺ ആറ്റം. എല്ലാത്തിലും എന്താണ്? 5 കാർബൺ ആറ്റമാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഏറ്റവും നേരെയുള്ള ചെയിൻ അല്ലേ എടുക്കാമെന്ന് പറഞ്ഞത്. ഏറ്റവും നേരെയുള്ള ചെയിൻ എടുക്കാമോ കേട്ടോ. ഇനി എന്ത് ചെയ്യണം? നമ്പർ ഇടണം അല്ലേ. നമ്പർ ഇപ്പോൾ എൻ്റെ ശാഖ എന്ന് പറയുന്നത് ഇതാണെന്ന് നോക്കി. ഇതാണ് എൻ്റെ ശാഖ. ഇത് ഈ 2 എണ്ണം വരുന്നുണ്ട് അല്ലേ. എൻ്റെ ശാഖയിൽ 2 എണ്ണം വരുന്നുണ്ട്. ഇനി ഈ ശാഖയിൽ നമ്പർ ഇടാൻ പോകണം. ഞാൻ ആദ്യം ഇപ്പുറത്ത് നിന്ന് ഇട്ട് നോക്കുകയാണേ. 1 2 3 4 5. ഓക്കെ, അപ്പോൾ എൻ്റെ മൂന്നാമത്തേലാണ് ശാഖ വന്നിരിക്കുന്നത്. ഇനി ഞാൻ ഇപ്പുറത്ത് നിന്ന് ഇട്ട് നോക്കട്ടെ. 1 2 3 4 5. അപ്പോൾ ഇവിടെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 3 തന്നെയാണ്, ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ 3 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും അപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഇനി ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം എന്താണ്? നീളം കൂടിയ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 5 എണ്ണമാണ്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കിയേ. ഏതാണ് ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത്? 2 കാർബൺ ഉണ്ട് ഇല്ലേ. 1 2 കാർബൺ ഉണ്ട് എൻ്റെ ശാഖയില്ലേ. അപ്പോൾ നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് എന്തെന്ന് പറയാം? മീഥൈലാണോ എയ്ഥൈലാണോ? എയ്ഥൈലാണ് അല്ലേ. എയ്ഥൈലാണ് എൻ്റെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഏതാണ്? എയ്ഥൈലാണ്. ഓക്കെ, ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എത്രാമത്തെ ശാഖയാണെന്നാണ് ഞാൻ പറഞ്ഞു. 3 പറഞ്ഞു. അതിനുശേഷം IUPAC നാമം എഴുതി നോക്കിയേ. ആദ്യം തന്നെ എങ്ങനെ എഴുതും? ആദ്യം തന്നെ ഞാൻ എഴുതും ശാഖയുടെ നമ്പർ എഴുതും അല്ലേ. അപ്പോൾ ആദ്യം ശാഖയുടെ നമ്പർ എഴുതി 3 എഴുതി അല്ലേ. ഇനി ഹൈഫൺ ഇടണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഏതാണ് ആൽക്കൈൽ ഗ്രൂപ്പ്? ഈഥൈലാന്ന് പറഞ്ഞു. 2 എണ്ണം ഉണ്ട് അല്ലേ എൻ്റെ ശാഖയിൽ ഇല്ലേ. അപ്പോൾ ഈഥൈൽ എന്ന് എഴുതി അല്ലേ. ഈഥൈൽ എന്ന് എഴുതി. അതിനുശേഷം എത്ര എണ്ണമാണ്? ഏറ്റവും വലിയ നീളമുള്ള ചെയിനിൽ എത്രയാണ് വന്നിരിക്കുന്നത്? കാർബൺ 5 എണ്ണമാണ് അല്ലേ. അപ്പോൾ പെൻറ്റെയിൻ അല്ലേ. പെൻറ്റല്ലേ വരുന്നത്? പെൻറ്റെയിൻ എന്ന് എഴുതി.
ഓക്കെ, അപ്പോൾ പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക, തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇനി നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒന്നിലധികം ശാഖകൾ അടങ്ങിയ ആൽക്കേനുകളുടെ നാമകരണം. അപ്പോൾ ഒരു ശാഖ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി ഒന്നിലധികം ശാഖ വരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്പർ ഇടാമെന്നാണ് പറയുന്നത്. ഒന്നിലധികം ശാഖകൾ ഉള്ളപ്പോൾ ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ തിരഞ്ഞെടുക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ തിരഞ്ഞെടുക്കുക എന്ന് തന്നെയാണ്. അതിൽ ശാഖകളുള്ള കാർബൺ ആറ്റങ്ങൾക്ക് കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്ന രീതിയിൽ ഇടത്തു നിന്ന് വലത്തു നിന്ന് ഇടത്തോടെ നമ്പർ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം തന്നെയാണ്. ഏറ്റവും വലിയ ശാഖ തിരഞ്ഞെടുക്കണം എന്നാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഡിഫറൻസ് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഏറ്റവും ചെറിയ നമ്പർ ഉള്ളത് നോക്കണം. നോക്കി ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാൻ ആദ്യം തന്നെ നേരെടുക്കുമ്പോൾ എത്ര കാർബൺ വരുന്നുണ്ട്, 1 2 3 4 5 6 കാർബൺ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഇനി ഞാൻ നേരെ ഇങ്ങനെ എടുക്കുകയാണെങ്കിലോ, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ 1 2 3 4 5 6 അല്ലേ, 6 തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. പക്ഷെ എന്താണ്, ഇവിടെയൊക്കെ നമുക്ക് പെൻഡിങ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയില്ല. ഓക്കെ, ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി ഇവിടെ ഒരു CH3 വരുന്നുണ്ട്. അതിനുശേഷം അതുപോലെ തന്നെ ഈ ഒരു കോമ്പൗണ്ടേ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ശരിയായി നമ്പർ ചെയ്യുന്ന രീതി നമുക്ക് ഇതിലേതാണെന്ന് നോക്കിയേ. അത് എങ്ങനെ നോക്കാം, ഒന്ന് നമ്പർ ഇട്ട് നോക്കി നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഏതാണ്, നേരെയുള്ളതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എങ്ങനെ ഇട്ടാലും ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചെയിൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ നേരെയുള്ള ചെയിനാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. നേരെയുള്ള ചെയിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ നമ്പർ ഇടാൻ പോണ് 1 2 3 4 5 6. ഇടത്തുനിന്ന് ഇട്ട് നോക്കി. ഇനി വലത്തുനിന്ന് നോക്കി 1 2 3 4 5 6 ഇങ്ങനെ ഇട്ട് നോക്കി. ഇനി നമുക്ക് ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഞാൻ ഇടത്തുനിന്ന് വലത്തോട്ട് നോക്കുകയാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഇട്ടില്ലേ, 1 2 3 4 ഇങ്ങനെ ഇട്ടില്ലേ. അതിൽ നമുക്ക് ആദ്യത്തെ ശാഖ എന്ന് പറയുന്നത് ഇതാണ്, ഈ CH3 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്, ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ എത്രയാണ് വന്നിരിക്കുന്നത്, 2 വന്നിരിക്കുന്നത് അല്ലേ. ഇനി ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് നോക്കിയപ്പോൾ അല്ലേ 2 വന്നിരിക്കുന്നത്. ഇനി അടുത്ത ശാഖ നോക്കിയപ്പോൾ 4 വന്നിരിക്കുന്നത്. അപ്പോൾ 2ഉം 4. ഇടത്തു നിന്ന് വലത്തോട്ട് നോക്കിയപ്പോൾ 2ഉം 4 വന്നിരിക്കുന്നത് അല്ലേ. 2ഉം 4. ഞാൻ ഇടത്തു നിന്ന് വലത്തോട്ട് നോക്കിയപ്പോൾ 2 വന്നു. അതുപോലെ തന്നെ 4 ശാഖകളുള്ളത്. ഇനി ഞാൻ വലത്തു നിന്ന് ഇടത്തോട്ട് നോക്കിയൊക്കെ ഇവിടെ ഞാൻ വലത്തുനിന്ന് ഇടത്തോട്ട് നോക്കുകയാണെങ്കിൽ 1 2 3 4 5. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലോ 3ലും 5ലാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ശരിയായി നമ്പർ ചെയ്യുന്ന രീതി ഇടത്തുനിന്ന് വലത്തോട്ടാണ്. ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ എന്ന് പറയുന്നത് 2. ശാഖകളുടെ ശരിയായ സ്ഥാനസംഖ്യകൾ എന്ന് പറയുന്നത് 2ഉം 4. കാരണം നോക്കി ഇവിടെ 2 4 3 5 കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ചെറിയ കാർബൺ നമ്പർ വരുന്നത് 2ഉം 4 ആണല്ലേ. അപ്പോൾ ഞാൻ 2ഉം 4 എടുക്കുന്നത് കേട്ടോ. ആദ്യത്തെ ശാഖയിൽ 2 വന്നിരിക്കുന്നത്. ഒരേ ശാഖ തന്നെ ഒരു കാർബൺ ചെയിനിൽ ഒന്നിലധികം തവണ വന്നാൽ ശാഖകളുടെ എണ്ണം സൂചിപ്പിക്കാൻ ഡൈ ട്രൈ ടെട്ര തുടങ്ങിയ പ്രത്യയങ്ങൾ ശാഖയുടെ പേരിന് മുന്നിൽ ചേർക്കണം. അതായത് ഇവിടെ നോക്കി എൻ്റെ ശാഖയിൽ ഒരു CH3 വന്നിട്ടുണ്ട്, വേറൊരു ശാഖയിലും CH3 വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണം സെയിം തന്നെയല്ലേ, അതായത് 2 CH3 തന്നെയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ അത് മനസ്സിലാക്കാനായിട്ട് അവിടെ ഒന്നില്ലെങ്കിൽ ഡൈ അല്ലെങ്കിൽ ട്രൈ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് 2 വന്നിരിക്കുന്നത്, 2 ശാഖകളാണ് വന്നിരിക്കുന്നത്. അത് രണ്ടും സെയിം ശാഖയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, ഡൈ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, കൂടെ സ്ഥാനസംഖ്യകൾ കോമ ഉപയോഗിച്ച് വേർതിരിച്ച് ചേർക്കണം. അതായത് നോക്കി നോക്കാം, ഇവിടെ നമുക്ക് നാമം നൽകാനായിട്ട് പോവാണ്. ഒരു ചെയിൻ തന്നിട്ടുണ്ട്, ഒരു സംയുക്തം തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ പേര് കൊടുക്കാൻ പോണേ. ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യും, ഏറ്റവും വലുത് നോക്കണം. അപ്പോൾ ഞാനിങ്ങനെ നേരെ നോക്കുമ്പോൾ 1 2 3 4 5 6 7 കാർബൺ ആറ്റം വന്നു. ഇനി ഞാൻ തിരിച്ചും നോക്കിയപ്പോൾ എത്ര തന്നെയാണ്, 1 2 3 4 5 6 7 തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇനി നമ്മൾ ശാഖ നോക്കുമ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ ഇട്ടു, 1 2 3 4 5 6 7. അപ്പോൾ 3ലും 6ലാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇനി ഞാൻ ഇടത്തുനിന്ന് നോക്കട്ടെ, ഇനി വലത്തുനിന്ന് നോക്കിയാലോ 2ഉം അതുപോലെ തന്നെ 5ലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇടത്തുനിന്ന് വലത്തോട്ട് നോക്കിയപ്പോൾ എത്രയാണ്, 3ലും 6ലും വന്നു. വലത്തുനിന്ന് ഇടത്തോട്ട് നോക്കിയപ്പോൾ 2ലും 5ലും വന്നു അല്ലേ. അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്, 2ലും 5ലും വന്നു. ഇനി നമ്മൾ ഇതിൽ ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ കാർബൺ നമ്പർ വരുന്നത് എടുക്കണം. ഈ 3 ആണ് 2 ആണല്ലോ ഏറ്റവും ചെറിയ കാർബൺ നമ്പർ 2 ആണല്ലേ. അതുപോലെ തന്നെ 6 5 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ 2ഉം 5ഉം വരുന്ന കാർബൺ നമ്പറാണ് ഞാൻ എടുക്കുന്നത്.
വന്നിരിക്കുന്നത്. 2 5 വരുന്നത് എങ്ങോട്ടാണ്? വലത്തു നിന്ന് ഇടത്തോട്ടായിരുന്നു അല്ലേ? വലത്തു നിന്ന് ഇടത്തോട്ട് വന്നപ്പോൾ നോക്കിയപ്പോഴാണ് 2ലും 5ലും ഈ ശാഖകൾ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. ക്ലിയർ ആയല്ലോ? ആദ്യം തന്നെ ഞാൻ ഏറ്റവും വലിയ ചെയിൻ നോക്കുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ ചെയിൻ നോക്കി എത്ര കാർബൺ ആറ്റങ്ങൾ ഫുള്ള് ഉൾക്കൊള്ളാൻ പറ്റുന്നത് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ 7 എണ്ണമാണ്. ഇടത്ത് നോക്കിയപ്പോഴും അതായത് മുകളിൽ നോക്കിയപ്പോഴും അടി നോക്കിയപ്പോഴൊക്കെ സെയിം തന്നെയാണ് വരിക അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചെയിനാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും നീളമുള്ള ചെയിനാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ നമ്പർ ഇടാൻ പോകണം. ഇടത്തുനിന്ന് ഇട്ട് നോക്കി, വലത്തുനിന്ന് ഇട്ട് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ ഏറ്റവും ചെറിയ കാർബൺ നമ്പർ വന്നിരിക്കുന്നത് നോക്കാം. ശാഖകളുള്ളതിൽ ഏറ്റവും ചെറിയ കാർബൺ നമ്പർ വന്നിരിക്കുന്നത് നോക്കാം. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് വലത്തുനിന്ന് ഇടത്തോട്ട് നോക്കിയപ്പോഴാണ് 2ഉം 5ഉം വന്നിരിക്കുന്നത്. ഇനി മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? മുഖ്യ ചെയിനിൽ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണാണുള്ളത് അല്ലേ? അപ്പോൾ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 7 ആണെന്ന് പറഞ്ഞു. നമുക്ക് എന്താ ചെയ്യാം? ഇപ്പോൾ കാർബൺ ആറ്റം ഇപ്പോൾ ചെറുതും വലുതും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 3+6 എത്ര? ഇതൊക്കെ പോയി. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമ്പർ ഏതാണെന്ന് കൺഫ്യൂഷൻ വരാണെങ്കിൽ ഇവിടെ ഞാൻ 1 2 3 ഇടത്തുനിന്ന് ഇട്ട് നോക്കി. 1 2 3 3ലും വന്നു, 6ലും വന്നു. അപ്പോൾ 3+6 എത്രയാണ്? 9 അല്ലേ വരുന്നത്? 3+6 എത്രയാണ്? 9 ആണ് വരുന്നത്. 7 8 9 അല്ലേ? ഇനി വലത്ത് നോക്കിയപ്പോൾ 1 2ലും വന്നിട്ടുണ്ട് ശാഖ. അതുപോലെ തന്നെ 3 4 5ലും വന്നിട്ടുണ്ട്. 2+5 എത്രയാണ്? 7 ആണ് വന്നത് അല്ലേ? 2+5 എത്രയാണ്? 7 ആണ് വന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ ഏതാ വന്നത്? 7 അല്ലേ വന്നത്? അപ്പോൾ ആ നമ്പറാണ് എടുക്കേണ്ടത്. അതായത് ഞാൻ വലത്തു നിന്നുള്ള നമ്പറാണ് ഇട്ടിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 7 ആണെന്ന് പറഞ്ഞു. ശാഖകളുടെ എണ്ണം എത്ര എണ്ണമാണ്? 2 എണ്ണം അല്ലേ? CH3 CH3. ഇപ്പോൾ 2 ശാഖകളുണ്ട്. ശാഖകളുടെ പേരെന്താണ്? മീഥൈലാണ് അല്ലേ? രണ്ടും സെയിം തന്നെയാണ്. അതുപോലെ തന്നെ CH3 എന്ന് വെച്ചാൽ എന്താണ്? മീഥൈലാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇടത്ത് നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ ഈ ശാഖയുടെ സ്ഥാനസംഖ്യ എത്രയാണ്? ഇടത്ത് നിന്ന് വലത്തോട്ട് ചെയ്തപ്പോൾ എത്രയാണ്? 3 ആണ് വന്നില്ലേ? 3ലാണ് ശാഖകൾ വന്നിട്ടുള്ളത്. ഇനി വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്തപ്പോൾ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ, വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്തപ്പോൾ രണ്ടാമത്തേലാണ് ആദ്യത്തെ ശാഖ വന്നിരിക്കുന്നത് അല്ലേ? ഇനി ശരിയായ നമ്പർ ചെയ്യുന്ന രീതി എന്നെങ്ങനെയാണ്? വലത്ത് നിന്ന് ഇടത്തോട്ടാണ് നമ്മൾ ചെയ്തതിൽ ശരിയായിട്ടുള്ള രീതി. ഇനി ശാഖകളുടെ ശരിയായ സ്ഥാനസംഖ്യകൾ 2ഉം 5ഉം ആണ്. ഇനി UPSC നാമം എഴുതാം. ശ്രദ്ധിച്ചിരിക്കാം. നമ്മൾ നേരത്തെയിൽ ഒരു ശാഖ മാത്രമല്ല, ഒരു നമ്പർ മാത്രമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ? കാർബൺ ആറ്റം ഏറ്റവും ചെറുത് നോക്കാൻ പറഞ്ഞപ്പോൾ ഒരു നമ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. 2ഉം, അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 2 ശാഖകളുണ്ട്. അപ്പോൾ 2 നമ്പർ എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? 2 എന്ന് എഴുതി. അതുപോലെ തന്നെ 5 എന്ന് എഴുതി അല്ലേ? 2 എന്ന് എഴുതി, 5 എന്ന് എഴുതി. 2 ശാഖകളുണ്ട്, 2 5 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ശരിയായ രീതി. ഇനി ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നോക്കി, മീഥൈൽ എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട് അല്ലേ? 2 മീഥൈൽ ഉണ്ട്. അതും സെയിം തന്നെയാണ്, മീഥൈൽ ഗ്രൂപ്പ് തന്നെയാണ് 2 എണ്ണം വന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഡൈ എന്ന് എഴുതാം. ഓക്കെ, ഡൈ എന്ന് എഴുതാം. അതിനുശേഷം എന്താണ്? ഡൈ മീഥൈലാണ് അല്ലേ? ഡൈ മീഥൈൽ എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ നേരത്തെ എഴുതി അതേ സെയിം മെത്തേഡ് തന്നെ. പിന്നെ എന്താണ്? എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു? 7 എണ്ണമാണ്. 7 ആണെങ്കിൽ ഹെപ്റ്റ് എന്നാണ് വരിക അല്ലേ? 7 ആണെങ്കിൽ ഹെപ്റ്റ് ആണ്. അപ്പോൾ ഹെപ്റ്റെയിൻ എന്ന് എഴുതി. ഹെപ്റ്റെയിൻ എന്ന് എഴുതി. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ 2 ശാഖകൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ഈ ശാഖകൾ നമ്മൾ ജസ്റ്റ് കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന നമ്പർ അതായിരിക്കും ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 എണ്ണം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈ എഴുതണം, 3 എണ്ണം ആണെങ്കിൽ ട്രൈ എന്ന് എഴുതണം. ഇവിടെ നമുക്ക് രണ്ടും ഒരേ സെയിം ആൽക്കിൽ ഗ്രൂപ്പ് അല്ലേ? അതായത് സെയിം മീഥൈൽ തന്നെയാണ് 2 എണ്ണം വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ നമ്മൾ ഡൈ എന്ന് എഴുതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ഘടന വാക്യം ചുവടെ നൽകിയിരിക്കുന്നു. അതിൻ്റെ UPSC നാമം എഴുതി. ഇത് നോക്കിയേ. ഇതിൻ്റെ ഒന്ന് എഴുതി നോക്കിയേ. കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ. എഴുതി നോക്കിയതിന് ശേഷം പറയേ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയോക്കെ. അപ്പം ഞാനിപ്പോൾ എഴുതാൻ പോണേ ഏറ്റവും വലിയ ചെയിൻ നോക്കുകയാണ്. ഞാൻ നേരെയാണ് ആദ്യം എടുക്കുന്നത്. നേരെ എടുത്ത് നോക്കിയപ്പോൾ 1 2 3 4 5 എണ്ണം വന്നു. പിന്നെ ഏതൊക്കെ എടുക്കുകയാണെങ്കിലും 1 2 3 4 5 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ 5 തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ നമ്പർ ഇടാൻ പോണ്. ഇവിടെ എടുത്തുനിന്ന് ആദ്യം ഇട്ട് നോക്കുകയാണ്. 1 2 3 4 5 ഇട്ട് നോക്കി. ഇവിടെ നോക്കിയപ്പോൾ 1 2 3 4 5 ഇട്ട് നോക്കി. അപ്പം ഇതിൽ നമ്മൾ 2 ശാഖകളാണ് വന്നതെന്ന് മനസ്സിലായി. പിന്നെ 2ഉം അതുപോലെ തന്നെ ഇടത്ത് നോക്കിയപ്പോൾ 2ലും 4ലാണ് വന്നിരിക്കുന്നത്. 2ലും 4ലാണ് വന്നിരിക്കുന്നത്. വലത്ത് നോക്കിയപ്പോഴോ 2ലും 4 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരുന്നില്ല. 2ഉം 4 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ് എഴുതേണ്ടത് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? 2 5 ഞാൻ 2 4 എഴുതി. ഞാൻ പേര് എഴുതാൻ 2 4 എഴുതി. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്?
ഒരു ഹൈഫൺ ഇടണം അല്ലേ, ഹൈഫൺ ഇടണം. എന്നിട്ട് രണ്ടും ഒരേ ശാഖയില്ലേ, CH3 തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ CH3 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേ ശാഖയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, ഡൈ എന്ന് എഴുതിയില്ലേ, ഡൈ എന്ന് എഴുതി. ഓക്കെ, ഡൈ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഏതാണ് ആൽക്കിൽ ഗ്രൂപ്പ്, മീഥൈലല്ലേ, ഒരു കാർബൺ ആറ്റല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഡൈ മീഥൈൽ അല്ലേ, ഡൈ മീഥൈൽ എന്ന് എഴുതിയേ, ഡൈ മീഥൈൽ എന്ന് എഴുതി, ഡൈ മീഥൈൽ. അതിനുശേഷം എന്ത് എഴുതണം, ഡൈ മീഥൈൽ എഴുതിയതിനു ശേഷം എന്ത് എഴുതണം, നേരത്തെ ചെയ്തപോലെ തന്നെ എത്ര എണ്ണം, 5 എണ്ണമാണ് വന്നിരിക്കുന്നത് അല്ലേ. 5 എണ്ണാണെന്നുണ്ടെങ്കിൽ എന്താണ്, പെൻറ്റെയിൻ ആണല്ലേ, പെൻറ്റെയിൻ അല്ലേ വരാം അല്ലേ, അതെ പെൻറ്റെയിൻ എന്നാണ് വരാം. ഓക്കെ, പെൻറ്റെയിൻ എന്ന് വരാം. അപ്പോൾ എൻ്റെ സമവാക്യം അല്ലെങ്കിൽ IUPAC നാം എന്താ വന്നിരിക്കുന്നത്, 2,4 പെൻറ്റെയിൻ. ഇവിടെ ഞാൻ ഡൈ ചെയ്തിട്ടില്ലേ, ഓക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ഡൈ ചെയ്തിട്ടുണ്ട്, 2,4 പെൻറ്റെയിൻ. നെക്സ്റ്റ്, നീളം കൂടിയ കാർബൺ ചെയിനെ ഇടത്തു നിന്ന് വലത്തോട്ട്, വലത്തു നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുക. ഇനി നോക്കി, ഇനി കുറച്ചധികം ശാഖകൾ വന്നിട്ടുള്ളതാണ് പറയുന്നത്. നീളം കൂടിയ കാർബൺ ചെയിനെ ഇടത്തു നിന്ന് വലത്തോട്ട്, വലത്തു നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുക. ആദ്യ ശാഖ ഉൾപ്പെടുന്ന കാർബൺ ആറ്റത്തിന് 2 ദിശയിലും ഒരേ സ്ഥാനസംഖ്യകൾ വരുന്നുവെങ്കിൽ രണ്ടാമത്തെ ശാഖ ഉൾപ്പെടുന്ന കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കത്തക്ക രീതിയിൽ നമ്പർ നൽകണം. എന്താ പറഞ്ഞിരിക്കുന്നത്, നീളം കൂടിയ കാർബൺ ചെയിൻ ഇടത്തു നിന്ന് വലത്തോട്ടോ നമ്മൾ നമ്പർ ചെയ്യുക. ആദ്യ ശാഖ ഉൾപ്പെടുന്ന കാർബൺ ആറ്റത്തിന് 2 ദിശയിലും ഒരേ സ്ഥാനസംഖ്യകളാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ ശാഖ ഉൾപ്പെടുന്ന കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കത്തക്ക രീതിയിൽ നമ്പർ നൽകണം. ഇനി നെക്സ്റ്റ് നമുക്കൊരു IUPAC എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കാം. ഇവിടെ ഞാൻ എത്ര എണ്ണമാണ് വന്നിരിക്കുന്നത്, 3 എണ്ണം, അടിയിൽ 3 CH3 ഒക്കെ കാണുന്നുണ്ട്. ഞാൻ നേരെ എടുത്ത് നോക്കുകയാണേ, നേരെ നോക്കുമ്പോൾ ഒരു കാർബൺ, 2, 3, 4, 5, 6 അല്ലേ, ഇങ്ങനെ നേരെ നോക്കുമ്പോൾ 6 കാർബൺ വന്നു. ഇനി പിന്നെ എങ്ങനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ചെറിയ നമ്പർ തന്നെയായിരിക്കും വരാം. അപ്പോൾ ഞാൻ 6 കാർബണുള്ളതാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമ്പർ ഇട്ട് നോക്കാം. ഞാൻ ഇടത്തുനിന്നിട്ട് നമ്പർ ഇട്ട് നോക്കിയിട്ടുണ്ട്. 1, 2, 3, 4, 5, 6 എന്നുള്ളത് ഇടത്തുനിന്ന് ഇട്ടു. ഇനി വലത്തിട്ട് ഇട്ട് നോക്കി, 1, 2, 3, 1, 2, 3, 4, 5, 6. ഇനി നമ്മൾ ഏതാണ് എടുക്കേണ്ടത്, ഇപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ 3 ശാഖകൾ വന്നിട്ടുണ്ട് അല്ലേ, 3 ശാഖകൾ വന്നിട്ടുണ്ട്. അപ്പോൾ 2 വന്നിട്ടുണ്ട് അല്ലേ, ഇടത്തുനിന്ന് നോക്കിയപ്പോൾ 2 വന്നിട്ടുണ്ട്, പിന്നെ ഇതിൽ 4 വന്നിട്ടുണ്ട്, പിന്നെ 5 വന്നിട്ടുണ്ട്. ഇനി വലത്തുനിന്ന് നോക്കുമ്പോഴോ, വലത്തുനിന്ന് നോക്കുമ്പോൾ 2 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ കാർബൺ ഏതാ, 2, 3, 5 അല്ലേ, അല്ലെങ്കിൽ കൂട്ടി നോക്കുമ്പോൾ ഏതാ ഏറ്റവും ചെറുത് വരിക, 2, 3, 5 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് എൻ്റെ ശരിയായിട്ടുള്ള നാമം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്, എൻ്റെ മുഖ്യ ചെയിൻ ഏതാണ്, ഏറ്റവും വലിയ ചെയിൻ ഏതാണ്, 6 എണ്ണല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ 6 എണ്ണമാണ് ഞാൻ എഴുതി. ഇനി ശാഖകളുടെ എണ്ണം, എത്ര ശാഖകളുണ്ട് ശരിക്കും പറഞ്ഞാൽ, നോക്കിയേ, 1, 2, 3 അല്ലേ, 1, 2, 3. അപ്പോൾ 3 ശാഖകളുണ്ട്, 3 ശാഖകളുണ്ട്, 6 കാർബൺ ആറ്റം ഉണ്ട്. ശാഖകളുടെ പേര് നോക്കി, CH3, CH3, CH3. അപ്പോൾ ഏതാ വന്നിരിക്കുന്നത്, 3 എണ്ണമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ആൽക്കിൽ ഗ്രൂപ്പ് എന്നാണ്, ഒരു ആൽക്കിൽ ഗ്രൂപ്പിന് നമ്മൾ എന്താ പറയുക, ഒരു ആൽക്കിൽ ഗ്രൂപ്പ്, ഒരു കാർബൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൽക്കിൽ ഗ്രൂപ്പിന് എന്താ പറയുക, മീഥൈൽ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ശാഖകളുടെ പേരെന്താണ്, മീഥൈലാണ്, 3 മീഥൈലാണ് വന്നിരിക്കുന്നത്. ഇനി ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ, ഇടത്തുനിന്ന് നോക്കിയപ്പോൾ ആദ്യത്തെ ശാഖ 2 വന്നിരിക്കുന്നത് അല്ലേ, 2 വന്നിരിക്കുന്നത്. ഇനി വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്തപ്പോൾ ആദ്യത്തെ ശാഖ 2 തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ, 2 തന്നെയാണ് വന്നിരിക്കുന്നത്. വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്തപ്പോൾ 2 തന്നെയായിരുന്നു അല്ലേ, ഇടത്തുനിന്ന് വലത്തോട്ട് നോക്കിയപ്പോൾ 2 ആയിരുന്നു. ഈ രണ്ടാമത്തെ ശാഖയ്ക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്നത് എപ്പോഴാണ്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ശാഖയ്ക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ അല്ലേ, നോക്കി, രണ്ടാമത്തെ ശാഖ എന്ന് പറയുന്നത് ഇതാണ്. അതിൽ ഏറ്റവും ചെറുത് വരുന്നത് എത്രാമത്തെയാണ് നോക്കി, ഈ രണ്ടാമത്തെ ശാഖ CH3 ആണ്. അതിൽ 4, 3 വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ചെറിയ നമ്പർ വന്നത് വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്തപ്പോഴാണ് അല്ലേ, വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്തപ്പോഴാണ് ചെറിയ നമ്പർ അല്ലേ. 3 വന്നിരിക്കുന്നത് വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്തപ്പോഴല്ലേ, അപ്പം 3 എന്ന് പറയുന്നത് വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്തപ്പോഴാണ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ IUPAC നാം ഏതാ, 2, 3, 5 അല്ലേ, നമ്മൾ 2, 3 നമ്മൾ അതാണ് ശരിയായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത്
വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുന്നതാണ് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2, 3, 5 എഴുതി. അതിനുശേഷം എത്ര CH3 എത്ര ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ ട്രൈ എഴുതി. ട്രൈ മീഥൈൽ ഗ്രൂപ്പ് എഴുതി. പിന്നെ എത്ര എണ്ണമാണ്? ഹെക്സൈൻ ആണ് അല്ലേ? എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്. അപ്പോൾ ഹെക്സൈൻ എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ? ഇതാണ് IUPAC നാമം. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഭാഗം തൊട്ട് നെക്സ്റ്റ് ഇതുപോലെ തന്നെ വരുന്നുണ്ട് അത് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത